നമ്മുടെ മധ്യേ ധാരാളമായി കർത്താവ് ചൊരിഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമേ, നീ എത്ര നല്ലവൻ, മതിയായവനെന്ന്, സകലത്തിന് മതിയായവനെന്ന് പാടുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും നമുക്ക് വരാമായിരുന്ന കഷ്ടങ്ങളെ, പ്രയാസങ്ങളെ, പ്രതികൂലങ്ങൾ, ആപത്തുകളിൽ നിന്നൊക്കെയും നമ്മെ വിടുവിച്ചു. ദൈവത്തിൻ്റെ കരുണയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നന്മകളും കർത്താവ് പകർന്നു തന്നു. ഈ ദൈവത്തെ ആരാധിപ്പാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവ് നമുക്ക് തന്ന നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ ഓരോ കുടുംബങ്ങളോടും ഓരോ വ്യക്തികളോടും കഴിഞ്ഞ നാളുകളിൽ ശക്തമായിട്ടുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ശത്രു ഞങ്ങളെ വീഴുവാൻ തക്കവണ്ണം തള്ളി എങ്കിലും യഹോവ ഞങ്ങളെ സഹായിച്ചു എന്ന് പറയത്തക്കവണ്ണം ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ കരസ്പർശങ്ങൾ അനുഭവിച്ചറിയുവാൻ നമുക്കിടയായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദൈവത്തിൽ നിന്നുകൊണ്ട് ഇന്നത്തെ സങ്കീർത്തനത്തിലേക്ക് നാം നോക്കുമ്പോൾ ജീവിതത്തിൻ്റെ യഥാർത്ഥമായ അനുഭവങ്ങളിൽ, പ്രൈസ് ഗോഡ്, പച്ചയായ അനുഭവങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ പ്രതികൂലങ്ങളുടെയും മധ്യേ, ഓരോ പ്രയാസങ്ങളുടെയും മധ്യേ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണമെന്ന് ഇന്നത്തെ സങ്കീർത്തനം നമ്മെ അറിയിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ന്യായമായി വിചാരിച്ചാൽ നടക്കേണ്ട വിധങ്ങൾ നമുക്കൊരു കണക്കുകൂട്ടലുണ്ട്. ഓരോ കാര്യങ്ങൾ ഇന്ന വിധത്തിൽ പോകണം, ഇന്ന വിധത്തിൽ പോകണം, ഇന്ന വിധത്തിൽ പോകണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ ആ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട്, പ്രൈസ് ഗോഡ്, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ ഒരു ദൈവ പൈതല് എങ്ങനെ പിടിച്ചു നിൽക്കും? പ്രൈസ് ഗോഡ്. എങ്ങനെ അതിനെ അഭിമുഖീകരിക്കും? എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യും? അതാണ് 46-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് കോരഹ് പുത്രന്മാരാണ്. കോരഹ് പുത്രന്മാരുടെ ചരിത്രം നോക്കിയാൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അവരുടെ അനുഭവത്തിൽ നിന്ന്, ദൈവത്തിന്റെ സ്തോത്രം, അവർ പഠിച്ച അനുഭവത്തിൽ നിന്ന്, അവർ കണ്ട അനുഭവത്തിൽ നിന്ന്, അവരുടെ ജീവിതത്തിൽ വന്ന അനുഭവത്തിൽ നിന്ന്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അവർ മനസ്സിലാക്കിയ കാര്യമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ആകത്തുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 2-ാം വാക്യം ഒന്ന് വായിച്ചേ. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, ഭൂമി മാറിപ്പോയാലും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കോരഹപുത്രന്മാർ ഇത് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രതിഭാസം, ഒരു കഷ്ടം, ഒരു പ്രയാസം കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് അവർ പറയുന്നത്, ഭൂമി മാറിപ്പോയാലും. പ്രൈസ് ഗോഡ്, ഭൂമി മാറിപ്പോയാലും. എന്താണ് അവർ കണ്ടത്? അവരുടെ പിതാക്കന്മാർ ഭൂമി രണ്ടായി പിളർന്ന് പാതാളത്തിലേക്ക് ഇറങ്ങുന്നത് ഓടി മാറുമ്പോൾ അവർ കണ്ടു. പ്രൈസ് ഗോഡ്. മോശ വിളിച്ചു പറഞ്ഞു, ഈ ദുഷ്ട മനുഷ്യരോടുകൂടെ സംഹരിക്കപ്പെടാതിരിക്കേണ്ടതിന് അവരുടെ കൂടാരത്തിൽ നിന്ന് ഓടി മാറുവീൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. ആ ഓടി മാറിയവരുടെ കൂട്ടത്തിൽ കോരഹിന്റെ മക്കളും ഉണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. കോരഹിന്റെ മക്കളും ഓടി മാറി. ഞാൻ വിചാരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ കോരഹിന്റെ മക്കൾ ഓടി മാറിയത്? അവര് വീട്ടിലെ പല കാര്യങ്ങളും കണ്ടും കേട്ടും പ്രൈസ് ഗോഡ്, അവർക്കറിയാമായിരുന്നു മാതാപിതാക്കൾ അല്ലെങ്കിൽ കോരഹ് ചെയ്യുന്ന പ്രവൃത്തി, പറയുന്ന പ്രവൃത്തി, പിറുപിറുക്കുന്നത്, മത്സരിക്കുന്നത് ശരിയല്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരുപക്ഷെ അവർ പറഞ്ഞു കാണും, വൈ ഡാഡി, എന്തിനാ ഡാഡി ഇങ്ങനെയാണെന്ന് പറയുന്നത്? പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ ചെല്ലുമ്പം അവിടെ ഞങ്ങൾ കാണുന്നതും കേൾക്കുന്നൊരു കാര്യമാണ്, മാതാപിതാക്കൾ ഇരുന്ന് ആരുടെയും കുറ്റം പറയും. ഉടനെ പിള്ളേർ പറയുന്നത്, വാട്ട് ഡാഡി, വേറെ പണിയില്ലേ, വേറെ നല്ല കാര്യം വല്ലതും പറഞ്ഞൂടെ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എനിക്കൊന്ന് കോരഹന്റെ പുത്രന്മാര് ഇങ്ങനെ പലപ്രാവശ്യം പറയുകയും കാര്യങ്ങൾ മുന്നോട്ട് അതിനെതിരായി പോവുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ മോശ പറഞ്ഞു, ഈ ദുഷ്ടന്മാരോടുകൂടെ സംഹരിക്കപ്പെടാതിരിക്കേണ്ടതിന് അവരുടെ കൂടാരത്തിൽ ഓടി മാറുവീൻ. പ്രൈസ് ഗോഡ്. പിള്ളേർ ഓടി മാറി. പ്രൈസ് ഗോഡ്.
ഭൂമി പിളർന്ന് കോരഹ്, അബീരാം, ദാഥാൻ, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ഇവരുടെ കൂട്ടത്തിൽ നിന്ന് കോരഹനെയും കുടുംബത്തെയും പ്രൈസ് ഗോഡ് വിഴുങ്ങിക്കളഞ്ഞു. അപ്പം ഭൂമി മാറിപ്പോയാലും എന്ന പദം ചുമ്മാ ഒരു ആലങ്കാരിക ഭാഷയിൽ എഴുതിയിരിക്കുന്നതല്ല. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. ഭൂമി മാറിപ്പോയാലും, എന്നിട്ട് 3 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും പ്രൈസ് ഗോഡ്. അപ്പോൾ ഭൂമി മാറിപ്പോയതുകൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങി. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. നമുക്കിത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും, അന്ന് മനസ്സിലാവത്തില്ല. ഇന്ത്യ എന്ന കോണ്ടിനെന്റ്, ഈ ഉപഭൂഖണ്ഡം, പ്രൈസ് ഗോഡ്, അതിൻ്റെ ഒരു ഭാഗം നേപ്പാൾ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് കുലുങ്ങിയത് നമുക്കറിയാം. എൻ്റെ കാരണപത്രത്തിൽ നമ്മൾ വായിച്ചു. പ്രൈസ് ഗോഡ്. ഈ ഇന്ത്യയുടെ ഈ സമതലം ഹിമാലയത്തിനടിയിലേക്ക് ഏതാണ്ട് അല്പം ഒന്ന് അനങ്ങി കയറിയേ ഉള്ളൂ. പർവ്വതങ്ങൾ കുലുങ്ങി, ഹിമാലയ പർവ്വതം കുലുങ്ങി. പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ സീസ്മോളജിയെ കുറിച്ചൊക്കെ നല്ല നിശ്ചയം അവർക്കില്ലെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവിൽ അവരെഴുതി, ഭൂമി മാറിയാൽ പർവ്വതം കുലുങ്ങും. പർവ്വതം കുലുങ്ങിയാൽ സമുദ്രത്തിൽ അതിൻ്റെ എഫക്റ്റ് കാണും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇവർ പറയുകയാണ്, ഭൂമി മാറി പർവ്വതങ്ങൾ കുലുങ്ങിയാലും, ഇപ്പം നമ്പേഴ്സ് എടുത്തുകൊണ്ട് വരണ്ട, പ്രൈസ് ഗോഡ്, ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും. അടുത്ത വാക്യം, അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ പിന്നെയും പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു ട്രയോ ആണ്. ഇത് പർവ്വതമാണ്, ഇത് കുലുങ്ങുന്നു, സമുദ്രത്തിൽ വീഴുന്നു, അല്ലെങ്കിൽ കുലുങ്ങുന്നതുകൊണ്ട് സമുദ്രത്തിലെ വെള്ളം കലങ്ങുന്നു, അത് എരച്ചു കലങ്ങുന്നു. പ്രൈസ് ഗോഡ്. അത് എരച്ചു കലങ്ങുമ്പോൾ ആ കോപം കൊണ്ട് പർവ്വതം വീണ്ടും കുലുങ്ങുന്നു. പർവ്വതം കുലുങ്ങിയാൽ വെള്ളം എരച്ചു കലങ്ങും. വെള്ളം എരച്ചു കലങ്ങിയാൽ വീണ്ടും പർവ്വതം കുലുങ്ങും. പ്രൈസ് ഗോഡ്. നമ്മൾ പറയാറില്ല, ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ. എന്താ കാരണം? ഒരു പ്രശ്നമാണ് മറ്റൊരു പ്രശ്നത്തെ ഉളവാക്കുന്നത്. ആ രണ്ടാമത്തെ പ്രശ്നം മൂന്നാമതൊരു പ്രശ്നമല്ല ഉളവാക്കുന്നത്, ആദ്യത്തെ പ്രശ്നത്തെ ഒന്നുകൂടെ വലുതാക്കുകയാണ്. ഇത് വലുതായി കഴിഞ്ഞാൽ രണ്ടാമത്തെ പിന്നെയും വലുതാവും. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി സ്റ്റെപ്പ് കയറുന്നത് പോലെ, ഹല്ലേലൂയ, ഇടത്തുകാലും വലത്തുകാലും വെച്ച് ശത്രു നിന്നെ കുലുക്കുവാൻ അടുത്തുകൊണ്ടിരുന്നാലും, തകർക്കുവാൻ അടുത്തു വന്നാലും, നശിപ്പിക്കുവാൻ സമീപത്ത് വന്നാലും, സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞങ്ങൾ കുലുങ്ങത്തില്ല. ഇന്ന് പകൽക്കാലം എന്തെല്ലാം കുലുക്കുന്ന വിഷയങ്ങൾ എവിടെ നിന്നൊക്കെ വന്നാലും പറയാൻ സാധിക്കണം, ഞങ്ങൾ കുലുങ്ങത്തില്ല, ഞങ്ങൾ കുലുങ്ങത്തില്ല, ഞങ്ങൾ കുലുങ്ങത്തില്ല. പ്രൈസ് ഗോഡ്. എത്ര വലിയ പ്രശ്നം വന്നാലും ഞങ്ങൾ കുലുങ്ങത്തില്ലെന്ന് പറയാനായിട്ടുള്ള വെളിപ്പാട് കിട്ടിയിട്ടുള്ളവർ കരം ഉയർത്തി ഒരു സ്തോത്രം ചെയ്യാമോ? ആമേൻ. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ആ വെളിപ്പാട്? എത്ര വലിയ പ്രശ്നം വന്നാലും ഞങ്ങൾ കുലുങ്ങത്തില്ല എന്നത് നമ്മുടെ ഒരു വെളിപ്പാടിലാണോ? പ്രൈസ് ഗോഡ്. അതോ നമ്മുടെ അനുഭവത്തിൽ നിന്നാണോ? അതോ നമ്മുടെ ബുദ്ധിയിൽ നിന്നാണോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ ബുദ്ധിയിൽ നിന്നുള്ള ഒരു ഉറപ്പ് കിട്ടിയാൽ പ്രശ്നം അങ്ങോട്ട് വർദ്ധിച്ച് വരുമ്പം നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ഭ്രമിച്ചു പോകും. എന്ത് ഭ്രമിക്കുക എന്ന് പറഞ്ഞാൽ? ഭ്രമിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധി അങ്ങോട്ട് മറിഞ്ഞു പോകും. പ്രൈസ് ഗോഡ്. ബുദ്ധിഭ്രമം എന്നുള്ളതിൻ്റെ പ്രൈസ് ഗോഡ് ഒരു കൊളോക്കിയൽ ലാംഗ്വേജിലാണ് പറയുന്നത്, ഞങ്ങൾ ഭ്രമിച്ചു പോയി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ബുദ്ധി അനുസരിച്ചൊരു കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് ആ ബുദ്ധിക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ നമ്മൾ ഭ്രമിച്ചു പോകും. അതായത് ബുദ്ധിഭ്രമം വരും. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, എൻ്റെ ബുദ്ധിക്ക് എത്താത്ത വൻ കാര്യങ്ങളിൽ ഞാൻ ഇടപെടുന്നില്ല. പ്രൈസ് ഗോഡ്. ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങൾ ഞാൻ ഇടപെടുന്നില്ല. ബുദ്ധി വെച്ച് നോക്കിയാൽ ഭ്രമിച്ചു പോകും. പണ്ട് മലയാളത്തിൽ
ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ചിന്തിച്ചാൽ അന്തമില്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ല. മനസ്സിലായോ? അപ്പോൾ ബുദ്ധി ഭ്രമിച്ചു പോകുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ, എൻ്റെ ഇതിൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ആ ബുദ്ധിഭ്രമം ഇല്ലാതെ നിൽക്കണമെങ്കിൽ വെളിപ്പാട് വേണം. ചേട്ടന്മാർ മുഴുവൻ ഭ്രമിച്ചു, ഇസ്രായേൽ സൈന്യം മുഴുവൻ ഭ്രമിച്ചു, യോനാഥാൻ ഭ്രമിച്ചു, ശൗലും ഭ്രമിച്ചു. ആരുടെ മുമ്പിൽ? ഗോലിയാത്തിന്റെ മുമ്പിൽ. പക്ഷേ ദാവീദ് ഭ്രമിച്ചില്ല, ദാവീദ് ഓടിയില്ല. കാരണം ദാവീദിനൊരു വെളിപ്പാടുണ്ടായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. വാളുകൊണ്ടുമല്ല കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നതെന്ന്, ദൈവം രക്ഷിക്കുന്നതെന്ന് ഈ ജനമെല്ലാം അറിയാൻ ഇടവരും. യഹോവ രക്ഷിക്കുന്നത് വാളുകൊണ്ടുമല്ല കുന്തം കൊണ്ടുമല്ല എന്ന് ഈ ജനമെല്ലാം അറിയാൻ ഇടവരും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകം മുഴുവൻ അറിയും. ദാവീദിന് ഇങ്ങനെ പറയാനുള്ള ചങ്കൂറ്റം വന്ന് എവിടാന്നറിയാമോ? ഇസ്രായേലിൽ ഒരു ദൈവം ഉണ്ടെന്ന് ദാവീദിനറിയാം. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ നിന്നെ വിടുവിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് നിനക്കറിയാമോ? പ്രൈസ് ഗോഡ്. ആ അറിവ് എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ബുദ്ധിയിൽ നിന്നല്ല, അത് ജ്ഞാനത്തിൽ നിന്നല്ല, അത് പരിചയത്തിൽ നിന്നല്ല. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. പിന്നെ എവിടെ നിന്ന് കിട്ടും? അതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ആകത്തുക. ഈ സങ്കീർത്തനം പഠിക്കുമ്പോൾ അതാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രൈസ് ഗോഡ്. ആ അറിവാണ് നമുക്ക് ലഭിക്കുന്നത്. ഞാൻ പറയുന്നത് ഇത് ബുദ്ധിയിൽ നിന്നുള്ള അറിവല്ല, പരിചയത്തിൽ നിന്നുള്ള അറിവല്ല, ജ്ഞാനത്തിൽ നിന്നുള്ള അറിവല്ല, വല്ലതും പറഞ്ഞ് കേട്ടതുകൊണ്ട് അറിവുള്ളതാണ്. പിന്നെ എന്തറിവാണ്? പ്രൈസ് ഗോഡ്. ഈ അറിവ് ലഭിക്കുന്നതിന് ഒരു വെളിപ്പാട് വേണം. ഈ അറിവ് ലഭിക്കാൻ ഒരു വെളിപ്പാട് വേണം. ഈ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരന് ലഭിച്ച 3 വെളിപ്പാടാണ്. പർവ്വതങ്ങൾ കുലുങ്ങിയാലും, അതിൻ്റെ കോപം കൊണ്ട് വെള്ളമിരച്ച് കലങ്ങിയാലും, പിന്നെയും പർവ്വതങ്ങൾ കുലുങ്ങിയാലും, എന്തൊക്കെ സംഭവിച്ചാലും, ഭൂമി മാറിപ്പോയാലും ഞാൻ ഭയപ്പെടുകയില്ല എന്ന് പറഞ്ഞവനെ നിർത്തിയത്. അതുകൊണ്ട് ഇന്ന് പകല് ആ ഒരു വെളിപ്പാട് പ്രാപിച്ചേ നമ്മൾ പോകാവൂ. പ്രൈസ് ഗോഡ്. കുലുക്കുന്ന വിഷയങ്ങൾ, കലക്കുന്ന വിഷയങ്ങൾ, എരച്ച് കലക്കുന്ന വിഷയങ്ങൾ, സാധാരണ കലങ്ങലല്ല, എരച്ച് കലങ്ങുകയാണ് ചില വിഷയങ്ങൾ. ഇന്ന് പകൽക്കാലം ചില ഹൃദയങ്ങൾ ദൈവാത്മാവ് കാണിക്കുന്നു, വെറുതെ കലങ്ങുകയല്ല, എരച്ച് കലങ്ങുകയാണ്. അത് പിന്നെയും കുലുക്കുകയാണ്, അത് പിന്നെയും എരച്ച് കലക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹൃദയങ്ങളിൽ എരച്ച് കലങ്ങത്തക്കവണ്ണം, കുലുങ്ങത്തക്കവണ്ണം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവവചനത്തിന്റെ മുമ്പിൽ ശാന്തമാകട്ടെ. The name of Jesus. Hallelujah. Praise God. ദൈവത്തിന് സ്തോത്രം. Praise God. Hallelujah. എരച്ച് കലങ്ങുകയാണ്. ഹൃദയം എരച്ച് കലങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. പിന്നെയും എരച്ച് കലങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും കുലുങ്ങാത്തവരായി നിൽക്കുവാൻ എന്നെയും നിന്നെയും സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ വെളിപ്പാട് ഇന്ന് പകൽ പ്രാപിച്ചേ പോകാവൂ. നിന്നെ കുലുക്കുന്ന വിഷയങ്ങളെ, നിന്നെ കലക്കുന്ന വിഷയങ്ങളെ, നിന്നെ തകർക്കുന്ന വിഷയങ്ങളെ, എരച്ച് കലക്കുന്ന വിഷയങ്ങളെ, ഭൂമി മാറിപ്പോകത്തക്കവണ്ണം, അടിസ്ഥാനം മാറിപ്പോകത്തക്കവണ്ണം നിന്നിൽ വ്യാപരിച്ചു കൊടുത്ത വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ ആവശ്യമായ ശക്തി പ്രാപിച്ചുകൊണ്ട് ഇന്ന് പോകണം. കർത്താവാൻ ദൈവമേ, കുലുക്കുന്ന വിഷയങ്ങളുടെ പുറത്ത്, കലക്കുന്ന വിഷയങ്ങളുടെ പുറത്ത്, എരച്ച് കലക്കുന്ന വിഷയങ്ങളുടെ പുറത്ത് പുതുശക്തി പ്രാപിപ്പാൻ, പുതുബലം പ്രാപിപ്പാൻ, പുതുശക്തി പ്രാപിച്ച് കുലുങ്ങാത്തവരായി നിൽപ്പാൻ ദൈവത്തിന്റെ ശക്തിയുള്ള കരം ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്റെ ജനത്തിന്റെ നേരെ നീട്ടണമേ. ആമേൻ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ കുലുക്കുന്ന വിഷയമുള്ള എത്ര പേരോട് വന്നിട്ടുണ്ട്? കുലുക്കുന്ന വിഷയം, പ്രൈസ് ഗോഡ്. ഉലയ്ക്കുന്ന വിഷയം എത്ര പേരോട് വന്നിട്ടുണ്ട്? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കരം ഉയർത്തിയാട്ടെ. യെസ്.
കലക്കുന്ന വിഷയം. പ്രൈസ് ഗോഡ്. കുലുക്കുന്ന വിഷയവും കലക്കുന്ന വിഷയവും തമ്മിൽ മനസ്സിലാക്കണം കേട്ടോ. പ്രൈസ് ഗോഡ്. എന്താണ് കുലുക്കുന്ന വിഷയം? ദൈവത്തിന് സ്തോത്രം. പാറ പോലെ പിടിച്ചു നിൽക്കുമെന്ന് വിചാരിച്ചു, ഉറച്ചു നിൽക്കുമെന്ന് വിചാരിച്ചു, എന്ത് വന്നാലും നേരിടുമെന്ന് വിചാരിച്ചു. പക്ഷേ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എന്ത് ചെയ്യുക? പിടിച്ച് കുലുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ്. പലപ്പോഴും തോന്നുന്നു കൈവിട്ടു പോകുമോ, കൈവിട്ടു പോകുമോ, ഉറച്ചു നിൽക്കാൻ കഴിയുമോ, ഉറച്ചു നിൽക്കാൻ കഴിയുമോ, ഉറച്ചു നിൽക്കാൻ കഴിയുമോ? പിന്നെയും സംശയങ്ങൾ ഉള്ളിലിട്ടുകൊണ്ട് പോരാടുന്ന ദുഷ്ട പിശാചേ, ഇന്ന് യേശുവിന്റെ നാമത്തിൽ നിന്നെ നാശകരമായ കുഴിയിൽ നിന്ന് കയറ്റി, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കയറ്റി അവൻ ഉറപ്പുള്ള പാറമേൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ നീ നിൽക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ ദൈവാത്മാവ് സമ്മതിക്കുന്നില്ല. ദൈവാത്മാവ് പറയുന്നു, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, കുലുക്കുന്ന ചില വിഷയങ്ങൾ വന്നിട്ട് കുലുങ്ങത്തില്ലെന്ന് വിചാരിച്ചെങ്കിലും അടിസ്ഥാനം അങ്ങ് മാറുന്നത് കണ്ടപ്പോൾ, ഭൂമി അങ്ങോട്ട് മാറുന്നത് കണ്ടപ്പോൾ ഞാൻ കുലുങ്ങാതെ എങ്ങനെ ഇരിക്കും? എന്നാൽ ഇന്ന് പകൽക്കാലം പ്രൈസ് ഗോഡ്, എന്നാലും കുലുങ്ങാതിരിക്കാൻ തക്കവണ്ണം നിന്നെ സഹായിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ആമേൻ. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. ഈ മോണിറ്റർ, ഈ TV മോണിറ്റർ പ്രൈസ് ഗോഡ് വച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സ്തോത്രം ഈ സ്റ്റാൻഡല്ല, അല്ല, എല്ലാവർക്കും കാണാം. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ സ്റ്റാൻഡ് ഞാൻ അനക്കിയാൽ ഇത് അനങ്ങുന്നുണ്ടോ? സ്റ്റാൻഡ് അനക്കിയാൽ മതി. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡ് അനക്കിയാൽ മോണിറ്റർ അനങ്ങും. ഇതിൻ്റെ സ്തോത്രം. സങ്കീർത്തനോട് ആദ്യം പറഞ്ഞു, ഭൂമി മാറി, അടിസ്ഥാനം അനങ്ങി. പിന്നെ എങ്ങനെ മോണിറ്റർ കുലുങ്ങാതിരിക്കും? പർവ്വതങ്ങൾ എങ്ങനെ കുലുങ്ങാതിരിക്കും? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇത് കോമൺ സെൻസ്. ഭൂമി മാറി പർവ്വതങ്ങൾ എങ്ങനെ കുലുങ്ങാതിരിക്കും? ഇത് കോമൺ സെൻസ്. പ്രൈസ് ഗോഡ്. നിങ്ങൾ പറ, എങ്ങനെ ഭൂമി മാറിയാലും പർവ്വതങ്ങൾ എങ്ങനെ കുലുങ്ങാതിരിക്കും? ഈ സ്റ്റൂൾ എങ്ങനെ കുലുക്കിയാലും എങ്ങനെ ഈ മോണിറ്റർ കുലുങ്ങാതിരിക്കും? അതാ ചോദ്യം. സങ്കീർത്തനക്കാരൻ പറയുന്നു, സ്റ്റൂൾ മാറിപ്പോയാലും ഇത് കുലുങ്ങത്തില്ല. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. വെളിപ്പാട് വേണം. ഇന്ന് പകൽ ആ വെളിപ്പാട് വന്നു കഴിഞ്ഞാൽ നിന്റെ അടിസ്ഥാനങ്ങളെല്ലാം കൂടെ കിടന്ന് കുലുങ്ങിയാലും, അടിസ്ഥാനങ്ങളെല്ലാം അങ്ങ് മാറിപ്പോയാലും കുലുങ്ങാത്തവനായി നിൽക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. രണ്ടാമത്തെ വിഷയം കലങ്ങുക. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. കലങ്ങുക എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം, ഇച്ചിരി ചെളി ഉള്ള വെള്ളം, അഴുക്കുള്ള കലങ്ങിയിരിക്കുന്ന വെള്ളം ഒരു ഗ്ലാസ്സിലെടുത്തിട്ട് കുറേ നേരം വച്ചാൽ ഈ ചെളിയെല്ലാം കൂടെ താഴോട്ടടിയും. എന്നിട്ട് മേളിൽ നോക്കിയാൽ നല്ല തെളിഞ്ഞ വെള്ളം നിൽക്കും. പ്രൈസ് ഗോഡ്. അപ്പം അങ്ങനെ തെളിഞ്ഞ വെള്ളം നിൽക്കുമ്പോൾ നിങ്ങൾ കാര്യം ചെയ്യണം, ഒരു ചെറിയ മെറ്റലിൻ്റെ കഷ്ണം എടുത്തിട്ട് ആ തെളിഞ്ഞ വെള്ളത്തിലോട്ട് അങ്ങ് ഇടുക. ആ കല്ലങ്ങടി ചെല്ലുമ്പോൾ ചെളി അങ്ങോട്ട് ഇളകും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ചെളി ഇളകിക്കഴിഞ്ഞാൽ കലങ്ങാൻ തുടങ്ങും. പ്രൈസ് ഗോഡ്. വലിയ കല്ലിട്ടാൽ ശക്തമായി കലങ്ങും. കല്ലിട്ടുകൊണ്ടേയിരുന്നാലോ കുലുങ്ങുന്നതനുസരിച്ച് വീഴുന്നു, പിന്നെയും കുലുങ്ങുന്നു, പിന്നെയും വീഴുന്നു. ഇട്ട് കഴിഞ്ഞാൽ എരച്ച് കലങ്ങും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എങ്ങനെ എരച്ച് കലങ്ങുന്ന അവസ്ഥയിൽ നിന്ന് പർവ്വതം വീണാലും, പർവ്വതങ്ങൾ കുലുങ്ങി വീണാലും എരച്ച് കലങ്ങാത്ത അവസ്ഥയിൽ നിന്ന് എങ്ങനെ വിടുവിക്കും? അതും മനസ്സിലാക്കാൻ ബുദ്ധി കൊണ്ട് നോക്കിയാൽ നടക്കത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ചെളി നോക്കിയിട്ട് പറയുന്നു ഇത് ശരിയാകത്തില്ല. കുലുങ്ങുന്ന പർവ്വതം നോക്കിയിട്ട് പറയുന്നു, അല്ല മാറുന്ന ഭൂമി നോക്കിയിട്ട് പറയുന്നു ഈ പർവ്വതം കുലുങ്ങാതിരിക്കത്തില്ല. എന്നാൽ ഇന്ന് പകല് വിശ്വാസത്താൽ പറയാൻ സാധിക്കുമോ? എന്തെല്ലാം കുലുങ്ങിയാലും, എന്തെല്ലാം കലങ്ങിയാലും എന്നെ ബാധിക്കത്തില്ല. ഇതെന്റെ വിഷയമല്ല, ഇതെന്റെ വിഷയമല്ല, ഇതെന്റെ വിഷയമല്ല. വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയാൻ സാധിക്കും, എന്നെ ബാധിക്കുന്ന വിഷയമല്ല, എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഹല്ലേലൂയ. ഞാൻ കുലുങ്ങത്തില്ല.
ആമേൻ. ഇതെങ്ങനെ പറയാൻ പറ്റും? അതിനാണ് വെളിപ്പാട് വേണമെന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 3 വെളിപ്പാട് സങ്കീർത്തനക്കാരന് കിട്ടി. ആ 3 വെളിപ്പാട് കിട്ടിയതിൻ്റെ വെളിച്ചത്തിലാണ് ഈ 1-ാമത്തെ വാക്യം എഴുതി വെച്ചത്. ദൈവത്തിന് സ്തോത്രം. 2-ാമത്തെ വാക്യം എഴുതി വെച്ചത്, 3-ാമത്തെ വാക്യവും എഴുതി വെച്ചത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ വെളിപ്പാട്, 1-ാമത്തെ വെളിപ്പാട് എന്താണെന്ന് അറിയാമോ? 4-ാം വാക്യം. ഒരു നദി ഉണ്ട്. ഒരു നദി ഉണ്ട്. സമുദ്രം കിടന്ന് കലങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, എരച്ച് കലങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സങ്കീർത്തനക്കാരനൊരു വെളിപ്പാട് കിട്ടി. ഒരു നദി ഉണ്ട്, സന്തോഷിപ്പിക്കുന്ന നദിയുണ്ട്. താമൻ നിന്റെ ദുഃഖം മാറ്റുന്നൊരു നദിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. അതിൻ്റെ തോടുകൾ നിന്നെ സന്തോഷിപ്പിക്കും. ഇന്ന് പകൽക്കാലം എത്ര സമുദ്രം കിടന്ന് കലങ്ങിയാലും എനിക്ക് സന്തോഷം പറന്ന് വരത്തക്കവണ്ണം, എൻ്റെ ഉള്ളിലേക്ക് സന്തോഷം ഒഴുകി വരത്തക്കവണ്ണം ഒരു നദി ഉണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അംദല ബൗഡ രഗതക ജഗരക ദുരബര ഖത്തൽ കൗഡേ അംദൽ ബൗഡേ ജരകല ഖത്തല ബൗഡേ രഗതക ദുരബര ഖത്തന അംദാ രൗഡേ ശഗതക ജഗദ ജുനവല വാദക രഗതക ശഗട. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. അടിസ്ഥാനങ്ങൾ കുലുങ്ങിക്കൊണ്ടിരിക്കുന്നു. നിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും ഭയപ്പെടണ്ട. ഇന്ന് പകൽക്കാലം ഭയപ്പെടേണ്ട. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാത്ത ആരാധനയിൽ ബന്ധനം അഴിയും, ആരാധനയിൽ കെട്ടുകൾ അഴിയും. അഴിയട്ടെ, അഴിയട്ടെ, അഴിയട്ടെ. ഇന്ന് പകൽക്കാലം എല്ലാ തടസ്സങ്ങളും മാറട്ടെ, എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുക. ആമേൻ. ചിലര് ചോദിക്കും, എടാ ഇത്ര വലിയ പ്രശ്നം വരുമ്പോൾ കൈ അടിച്ച് ആരാധിച്ച പ്രശ്നം മാറുമെന്ന് എങ്ങനെ മനസ്സിലാക്കാം? എന്താ ഈ പറയുന്നത്? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ആമേൻ. നിന്റെ കൺട്രോളിൽ പെടാത്ത കാര്യമാണ് പർവ്വതത്തിൻ്റെ കുലുക്കം. നിന്റെ കൺട്രോളിൽ വരാത്ത വിഷയമാണ് സമുദ്രത്തിൻ്റെ കലക്കം. ആമേൻ. ഈ നിന്റെ കൺട്രോൾ വിട്ട് പർവ്വതം കുലുങ്ങുന്നു, സമുദ്രം കലങ്ങുന്നു. നീ എന്തറിയാമോ? നിന്റെ കൺട്രോളിൽ ആരാധിച്ച് നീ അങ്ങോട്ട് കുലുങ്ങുന്നു. പിന്നെ നിന്നെ കുലുക്കുന്നത് പർവ്വതമല്ല, സമുദ്രമല്ല, നീ കുലുങ്ങുകയാണ്. നീ ആരാധിക്കുമ്പോൾ, നീ കരങ്ങളടിച്ച് ആരാധിക്കുമ്പോൾ. ദൈവത്തിന് സ്തോത്രം. അതില ബൗഡ രഗതക ജഗര ദുരമ്പര ബൗഡ അത്തന ജംദൽ കൗഡേ ശഗതക ജഗര. ആമേൻ. ഞാൻ ഒരു കാര്യം നോട്ട് ചെയ്തിട്ടുണ്ട്. 2 വിധത്തിൽ കൈയടിക്കാം. ഒന്ന്, ഈ മുട്ടുകൈ അങ്ങോട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്ന എത്ര നേരം അടിച്ചാലും ആളനങ്ങോ? അനങ്ങത്തില്ല. എന്നാൽ ഈ മുട്ടുകൈയുടെ ഫിക്സിങ് അങ്ങോട്ട് മാറ്റിയിട്ട് കൈ അടിച്ച് നോക്കിയേ, എങ്ങനെയായാലും ശരീരം കുലുങ്ങിയിരിക്കും. ഇവിടെ പർവ്വതങ്ങൾ കുലുങ്ങുന്നതിനോടൊപ്പം നിന്നെ കുലുക്കുന്നൊരു ശക്തിയുണ്ട്. പർവ്വതങ്ങൾ കുലുങ്ങുന്ന ശക്തി, അതിനേക്കാൾ വലിയൊരു ശക്തി നിന്നെ കുലുക്കുന്നുണ്ട്. ആമേൻ, 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 ആമേൻ. പ്രൈസ് ഗോഡ്. ഈ പെന്തിക്കോസ്തിന്റെ ആരാധനയുടെ ശക്തി എന്ന് പറയുന്നത് പെന്തിക്കോസ്തിന്റെ ശക്തിയാണ്. അത് പെന്തിക്കോസ്തിന്റെ ശക്തിയാണ്. പെന്തിക്കോസ്തിന്റെ ശക്തി വന്നു കഴിഞ്ഞാൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, എന്താണ്ട് കുലുക്കൊക്കെ ഉണ്ടാകും. ആ പെന്തിക്കോസ്തിന്റെ ആരാധനയുടെ ശക്തിയിൽ പൗലോസും ശീലാസും ആരാധിച്ചപ്പോഴാണ് ഭൂകമ്പം ഉണ്ടായത്. മനസ്സിലായോ? ആരാധിച്ചപ്പോൾ ഭൂകമ്പം ഉണ്ടായി. മുമ്പ് പറഞ്ഞു ഭൂകമ്പം ഉണ്ടായപ്പോൾ കുലുക്കമുണ്ടായി. ഇത് ആരാധിച്ചപ്പോൾ കുലുങ്ങാൻ തുടങ്ങി. ഞാൻ കുലുങ്ങിയാൽ ഭൂമി കുലുങ്ങും, ഞാൻ കുലുങ്ങിയാൽ നിന്റെ പ്രശ്നം കുലുങ്ങും, ഞാൻ കുലുങ്ങുമ്പോൾ ഹല്ലേലൂയ നിന്റെ ചുറ്റുമുള്ള വിഷയങ്ങൾ കുലുങ്ങും, ചങ്ങല പൊട്ടും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവൻ പൗലോസും ശിലാസും അവിടെ കാലാമത്തിൽ ഇട്ടുകൊണ്ട് കർത്താവിനെ ആരാധിച്ചു. അവർ കൈയടിച്ചങ്ങ് ആരാധിച്ചോണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കാരണം ദൈവത്തിന് സ്തോത്രം, വചനപ്രകാരം ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 49-ാം സങ്കീർത്തനത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്, സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവീൻ.
അപ്പം അവർ കൈകൊട്ടി അങ്ങ് ആരാധിച്ച് കാണും. 10 കമ്പിയുള്ള വാതിർത്തം കൊണ്ട് ദൈവത്തെ സ്തുതിച്ച് കാണും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെ അവർ പാടി സ്തുതിച്ചു കൊണ്ട് തടവുകാർ ശ്രദ്ധിച്ച് കേട്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. 46 സങ്കീർത്തനത്തിൽ ആദ്യം ഭൂകമ്പം ഉണ്ടായി, പിന്നെ പർവ്വതം കുലുങ്ങി, പിന്നെ സമുദ്രം കലങ്ങി. എന്നാൽ ഇവിടെ ആദ്യം പൗലോസും ശിലാസും കിടന്നൊന്ന് കുലുങ്ങി. അവരുടെ ആമത്തിലിട്ട് കിടന്ന ആമത്തിൽ കിടക്കുമ്പോൾ അവിടെ കിടന്നൊന്ന് കുലുങ്ങി. ആ കുലുക്കം ഭൂമിയെ കുലുക്കി. ഇന്ന് പകൽക്കാലം നിന്നെ ഇട്ടിരിക്കുന്ന വിഷയത്തിനെ കുലുക്കാൻ തക്കവണ്ണം ആരാധനയ്ക്ക് ശക്തിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ഗോഡ്, ആമേൻ. ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ് ആരാധനയുടെ ശക്തി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കോമൺ സെൻസ് വെച്ച് നോക്കിയാൽ, ഞങ്ങളുടെ പാസ്റ്ററായിരുന്ന ഐസക് സാറ് സോറിയാസിസ് വന്ന് മാന്തി തൊലി പോയി അവസാനം പുതിയ തൊലി ഉണ്ടാകുന്നതിന് മുമ്പ് മാന്തിക്കളയാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അന്ന് ദൈവത്തിന് സ്തോത്രം, ഞങ്ങളുടെ കൂടെ ഷാരോനിൽ ഇപ്പോൾ ഉള്ള റോയ് ചെറിയാനുണ്ടായിരുന്നു, കാനഡയിലുള്ള സാമുവൽ ഗിവറി സാർ ഉണ്ടായിരുന്നു, കോട്ടയത്തുള്ള പണിക്കര് സാർ ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. ഈ തൊലി അങ്ങോട്ട് പോയിട്ട് ലാസ്റ്റ് കൈയുടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ ഇറച്ചി മേടിച്ചാൽ എങ്ങനെ മാംസം കാണുമോ അതുപോലെ ഈ തൊലിക്കകത്ത് ഫ്ലഷ് വിസിബിളാണ്. പ്രൈസ് ഗോഡ്. അനങ്ങാൻ വയ്യ. കൈയൊന്ന് മടക്കിയാൽ ഈ ജോയിൻറ്റിൽ കൂടെ എല്ലാം തൊലി പൊട്ടി ബ്ലഡ് വരും. പ്രൈസ് ഗോഡ്. കൈ അനക്കിയാൽ ഇവിടെ നിന്നെല്ലാം ബ്ലഡ് വരും, ഇവിടെ നിന്നെല്ലാം ബ്ലഡ് വരും. അനങ്ങാതിരിക്കുക. ഞങ്ങൾ 9 മണിക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പം ഈ പുള്ളി ഇങ്ങനെ അനങ്ങാതിരിക്കുക. ഞങ്ങൾ പാട്ട് പാടി, എല്ലാവരും കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാൻ തുടങ്ങി. ഏതാണ്ട് 1 മണിക്കൂർ പോയി ആ പാട്ട്. 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ അടുത്തിരുന്ന ഐസക് സാറ് ഞങ്ങളെക്കാൾ ശക്തിയോടെ കൈയടിച്ച് ആരാധിക്കുക. ആമേൻ. അതിനു മുമ്പ് പുള്ളി കൈയടിക്കാൻ നോക്കിയപ്പോൾ ചോര തെറിച്ച സ്ഥാനത്ത് ഇപ്പോൾ കൈയടിക്കുമ്പോൾ ചോര തെറിക്കുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, ഒട്ടും അതിശയോക്തിയല്ല, പുത്തൻ തൊലി വന്നിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ആരാധനയ്ക്ക് ഇല്ലാത്തതിനെ സൃഷ്ടിക്കാൻ കഴിയും, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ശക്തമായി പറയുന്നത്. യേശുവിന്റെ നാമത്തിൽ ചങ്ങലകൾ പൊട്ടട്ടെ, യേശുവിന്റെ നാമത്തിൽ ചങ്ങലകൾ പൊട്ടട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. പ്രൈസ് ഗോഡ്. ഞാൻ അത് കണ്ടിട്ടല്ല ആരാധിക്കാൻ തുടങ്ങി. ഞാൻ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ എപ്പോൾ മുട്ടുകുത്താൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ, പാടാൻ തുടങ്ങിയോ അന്ന് മുതൽ ആരാധനയ്ക്ക് ഇരുന്നാൽ ശക്തമായി കരമടിച്ച് കൈ പൊട്ടിയാലും വേണ്ടുകയില്ല, നിർത്താതെ ആരാധിച്ചിട്ടുള്ള അനുഭവങ്ങൾ എനിക്കുള്ളൂ. പ്രൈസ് ഗോഡ്. അനുഭവത്തിൽ ഞാൻ കണ്ടതാണ്. ഹല്ലേലൂയ. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി. ദൈവമക്കളെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം. ഇത് ജയിലാണെന്ന് വിചാരിക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇതിനകത്താണ് പൗലോസും ശിലാസും എന്ന് വിചാരിക്കുക. ഇവിടെ പൗലോസും ശിലാസും അങ്ങ് ആരാധന തുടങ്ങിയപ്പോൾ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, അപ്പുറത്തൊരു കെട്ടിടമുണ്ട്, അവിടെ ഒരു കെട്ടിടമുണ്ട്, കുറേ വീടുകൾ ഇതിന് ചുറ്റുമുണ്ട്. അവിടെ ഒന്നും ഒരനക്കവും ഉണ്ടായില്ല. പക്ഷേ ആമേൻ, പൗലോസും ശിലാസും കിടക്കുന്ന കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. എവിടെ ആരാധന ഉയരുന്നുവോ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. നിനക്ക് അനുകൂലമായി വെളിപ്പെടും, നിന്റെ കുടുംബത്തിന് അനുകൂലമായി വെളിപ്പെടും, നിന്റെ തലമുറയ്ക്ക് അനുകൂലമായി വെളിപ്പെടും, നിന്റെ വിഷയത്തിന് അനുകൂലമായി വെളിപ്പെടും. പ്രൈസ് ഗോഡ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, ആകാശത്തിനും ഭൂമിക്കും നാഥനായ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഇനി ഞാൻ നിങ്ങളുടെ അനുഭവം നിങ്ങളുടെ അനുഭവം പറ. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം. എത്ര വലിയ വിഷയത്തിലിരിക്കുകയാണെങ്കിലും ശക്തിയോടെ കുറച്ച് നേരം
കരങ്ങളടിച്ച് ദൈവത്തെ അന്യഭാഷയെ സ്തുതിച്ചങ്ങ് ആരാധിച്ച് കഴിയുമ്പം ഒരു നിശ്ചയം കിട്ടും. എവിടെയൊക്കെയോ ചലനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, എവിടെയൊക്കെയോ കുലുക്കങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, എവിടെയൊക്കെയോ അടിസ്ഥാനങ്ങൾ കുലുങ്ങിയിട്ടുണ്ട്, എവിടെയൊക്കെയോ ചങ്ങലകൾ പൊട്ടിയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ആമേൻ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുള്ളവർ മാത്രം കരമുയർത്തി സ്തോത്രം പറഞ്ഞ്. പ്രൈസ് ഗോഡ്. അപ്പം നമുക്കറിയാം, ശരിയായ ഒരു ആരാധന കഴിയുമ്പോൾ അറിയാം ഇന്ന് ചിലത് പൊട്ടിയിട്ടുണ്ട്. ദൈവമക്കളെ, നിങ്ങൾക്ക് ഇന്ന് വിശ്വസിക്കാം, ഇന്ന് ചിലത് പൊട്ടിയിട്ടുണ്ട്. ചില ബന്ധനങ്ങൾ അഴിഞ്ഞിട്ടുണ്ട്, ചില കട്ടുകൾ പൊട്ടിയിട്ടുണ്ട്. ആമേൻ. അങ്ങനത്തെ ആരാധനയെക്കുറിച്ചാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, 9-ാം അധ്യായത്തിൽ പറയുന്നത്, ആരാധനക്കാരൻ്റെ മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയുന്ന ആരാധന. ഇന്ന് പകൽക്കാലം ആരാധനക്കാരൻ്റെ മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുന്ന ഒരു ആരാധന വെളിപ്പെടണം. നമ്മുടെ മനസാക്ഷിയിൽ മനസ്സിലാകണം, ഞാൻ വിടുതൽ പ്രാപിക്കും, ഞാൻ സൗഖ്യം പ്രാപിക്കും, ഞാൻ അനുഗ്രഹം പ്രാപിക്കും, ഞാൻ വിടുവിക്കപ്പെടും, എൻ്റെ കെട്ടുകൾ പൊട്ടും, എൻ്റെ ബന്ധനങ്ങൾ അഴിയും, എൻ്റെ വാതിലുകൾ തുറക്കും. യേശുവിന്റെ നാമത്തിൽ വാതിലുകൾ തുറക്കട്ടെ, വഴികൾ തുറക്കട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ. ദൈവമക്കളെ, 3-4 കാര്യമുണ്ടെങ്കിൽ വചനം, ഉപവാസം, പ്രാർത്ഥന, ആരാധന, ഈ 4 കാര്യം കൂടെ ഒന്നിച്ചു പോയാൽ എത്ര കട്ടിയുള്ള വിഷയമായാലും ആമേൻ വേര് പറഞ്ഞേ പറ്റൂ. ഇന്ന് പകൽക്കാലം ചില വിഷയങ്ങളുടെ വേര് പറഞ്ഞേ പറ്റൂ. In the name of Jesus, in the name of Jesus, in the name of Jesus, in the name of Jesus. ആമേൻ. ഈ വേര് പറിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പലരും ഇങ്ങനെ ആട്ടി നിർത്തും. ആട്ടി നിർത്തിയാലത്തെ കുഴപ്പമെന്നറിയാമോ? അപ്പം കുറച്ച് പേര് പൊട്ടിയിട്ടുണ്ടാവും. ഈ ലൈഫ് ഫോഴ്സിൻ്റെ ഒരു പ്രത്യേകത, റെസിസ്റ്റൻസ് വന്നാൽ ഇരട്ടി ശക്തിയോടെയാണ്. അപ്പോൾ ഏതെങ്കിലും 1-2 വേര് പൊട്ടിയാൽ എന്തെന്നറിയാമോ? ശക്തിയുള്ള വേരൊരു 10 വേറെ അങ്ങ് വരും. മനസ്സിലായോ? അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? ആട്ടാൻ തുടങ്ങിയാൽ പിന്നെ പറിച്ചേ മാറാവൂ. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ചിലത് പറിച്ചേ മാറാവൂ, ചിലതിനെ പറിച്ചു കളഞ്ഞേ മാറാവൂ. അർദുൽ കൗഡേ ജഗനക രഗതേ ശലബല ഹർത്തല ബൗഡക രഗത ജനബ രഗത അന്തര വരകര ഹർത്തല ബൗഡ ഹർത്തല. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഒത്തിരി പേർക്ക് ആരാധിച്ചിട്ട് വിടുതൽ കിട്ടാത്ത കാരണം എന്നറിയാമോ? ചുമ്മാ കുറച്ച് നേരം ഒന്ന് ആരാധിച്ച് കൈകൊട്ടി അങ്ങ് നിർത്തും. പ്രൈസ് ഗോഡ്. എലീശ പറഞ്ഞത്, നീ 2 പ്രാവശ്യം അടിച്ച് നിർത്തിയത് കൊണ്ട് 2 പ്രാവശ്യം തോൽപ്പിക്കും. നീ കുറേ പ്രാവശ്യം അടിച്ചിരുന്നെങ്കിൽ കുറേ പ്രാവശ്യം തോൽപ്പിച്ചേനെ. ആമേൻ. പ്രൈസ് ഗോഡ്. അപ്പം പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇടയ്ക്ക് വെച്ച് റിട്ടയർ ചെയ്യുന്ന പരിപാടിയില്ല, വിഡ്രോ ചെയ്യുന്ന പരിപാടിയില്ല, സസ്പെൻഡ് ചെയ്യുന്ന പരിപാടിയില്ല. വിഷയത്തിന് 2 അറിയുന്നത് വരെയുള്ള ഒരു പദ്ധതിയാണ് ദൈവമക്കളുടെ ആരാധന, ദൈവമക്കളുടെ ഉപവാസം, ദൈവമക്കളുടെ പ്രാർത്ഥന, ദൈവമക്കളുടെ വചനധ്യാനം. അർദുല ബൗഡേ ജഗന ദലബല ഹത്തല ബൗഡേ. രക്തം ജയം, രക്തം ജയം, രക്തം ജയം, യേശുവിന്റെ രക്തം ജയം. ആമേൻ. പ്രൈസ് ഗോഡ്. അപ്പം ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ, അവരെ ബാധിക്കുന്ന വിഷയങ്ങൾ, ശിലാസിനെയും പൗലോസിനെയും ബാധിക്കുന്ന വിഷയം, പിന്നെ അതിനകത്ത് തടവുകാരായി ശ്രദ്ധിച്ചു കൊണ്ടുവരുന്നവരുടെ വിഷയം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പം നമ്മളിവിടെ നിന്ന് ആരാധിക്കുമ്പോൾ നമുക്ക് മാത്രമല്ല, നമ്മുടെ അടുത്തിരിക്കുന്നവരുടെയും ചുറ്റുമിരിക്കുന്നവരുടെയും മുഴുവൻ വിഷയത്തിന് വിടുതലുണ്ടെന്ന്. എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട പരിപാടിയാണെന്നറിയാമോ? നീ നിന്റെ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിനക്ക് മാത്രമല്ല, നിനക്ക് ചുറ്റുമുള്ളവരുടെ ചങ്ങല വീഴും. പ്രൈസ് ഗോഡ്. എത്ര വലിയ വിഷയമായാലും, എത്ര പഴക്കമുള്ള വിഷയമായാലും, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്നലെ ഞാൻ പോണ്ടിച്ചേരിയിലായിരുന്നു.
മിനിഞ്ഞാന്ന് രാത്രി പാലക്കാട് റോണി എനിക്കൊരു ഫോൺ ചെയ്തു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച റോണി ഇവിടെ വന്നല്ലേ? റോണി എന്നാ വന്നേ? ഒന്ന് വന്നിട്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. റോണി ഇവിടെ വന്നൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് പോയിട്ട് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു നാളെ എന്നെ വിളിച്ചാൽ മതി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പിറ്റേന്ന് വിളിച്ചിട്ട് ഞാൻ ചില കാര്യങ്ങൾ സംസാരിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എന്നിട്ട് എത്ര ദിവസം ഞാൻ ഓർക്കുന്നില്ല, അതിൻ്റെ റിസൾട്ടുമായിട്ടാണ് റോണിയും കൂടെ വന്നിരിക്കുന്നത്. ദൈവസനിൽ നിന്ന് ഇന്നൊരു വിഷയം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഹന്നെ, നിന്റെ വിഷയത്തിന്റെ മറുപടിയുമായി ഇതേ സന്നിധിയിൽ ദൈവം നിന്നെ നിർത്തുന്ന ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് റോണി. ബൈപ്പാസ് പണ്ട് തൊട്ട് പറയുമായിരുന്നു, സഭ തുടങ്ങുന്നതിന് മുമ്പ് ദൈവത്തോട് ഒരു കാര്യം പ്രാർത്ഥിച്ചിരുന്നു, ഇവിടെ വരുന്നവർ ആത്മീയവും ഭൗതികമായി അനുഗ്രഹിക്കപ്പെടണമെന്ന്. ഹല്ലേലൂയ. ദൈവം അന്ന് കൊടുത്ത വാക്ക് ഇന്നും പാലിക്കുന്നതിനകത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ 1.5 വർഷമായിട്ട് വളരെയധികം ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു. തോട്ടത്തിലെ കുറച്ച് മരങ്ങൾ മുറിച്ച് ഫോറസ്റ്റുകാരോടൊക്കെ പറഞ്ഞ് പെർമിഷൻ വാങ്ങിയിട്ടാണ് ഞാൻ മുറിച്ചത്. പക്ഷെ മുറിച്ച് കഴിഞ്ഞപ്പോൾ അവർ ചില ഒബ്ജക്ഷനുമായിട്ട് വന്നു. 1.5 മാസം അവരെൻ്റെ പേരിൽ ഒരു ഒക്കറൻസ് റിപ്പോർട്ട് കേസ് ഫയൽ ചെയ്യുമെന്ന് പറഞ്ഞ് കോടതിയിലൊരു ഒക്കറൻസ് റിപ്പോർട്ട് ഫയൽ ചെയ്തു. പക്ഷേ കേസ് അവർ ചാർജ് ചെയ്യുന്നില്ല. എന്നാൽ കേസിൽ നിന്ന് എന്നെ ഒഴിവാക്കുന്നുമില്ല. പലരെ കൊണ്ട് പറയിപ്പിച്ചു. ഒത്തിരി പേര് പറഞ്ഞു. ഞാൻ പല പ്രാവശ്യം കയറി ഇറങ്ങി. 2 DFOമാർ മാറി വന്നു. 2 പേരും പറയും ഒഴിവാക്കാം, തൻ്റെ പേരിൽ കേസ് ചാർജ് ചെയ്യത്തില്ല. പക്ഷേ ആരും ചെയ്യത്തില്ല. ഡിസംബറിൽ ഞാൻ പറഞ്ഞു, ഇന്ന് നിങ്ങളൊന്നും ചെയ്യേണ്ട, അവിടെ വെച്ചേക്കാം, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ഒന്നും നടന്നില്ല, ഒന്നും സംഭവിച്ചില്ല. അതങ്ങനെ പോയി. മരം എടുത്തയാൾ പറഞ്ഞു, ഈ സീസൺ കൊണ്ട് കഴിഞ്ഞ് ഈ മരം കേട് വന്നു പോകും, ഇനി ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ സമയം സാമ്പത്തികമായും ഞാൻ കുറച്ച് ഭാരത്തിലായി, ബുദ്ധിമുട്ടിലായി. കാരണം ഈ മരങ്ങൾ മുഴുവൻ ബ്ലോക്കായി, ബുദ്ധിമുട്ടിലായി. അപ്പോൾ കഴിഞ്ഞ 12-ാം തീയതി ഞാൻ ഇവിടെ വന്നു. ബൈപ്പാസ് പറഞ്ഞു 31-ാം തീയതി, മെയ് 31-ാം തീയതിക്ക് മുൻപ് നിന്റെ വിഷയത്തിൻ്റെ വിടുതലാണെന്ന് പറഞ്ഞു. അതെൻ്റെ ഉള്ളിൽ അപ്പം തന്നെ ദൈവാത്മാവ് പറഞ്ഞു, അത് നിന്റെ വിഷയത്തിനാണ് ഈ വിടുതലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാനത് വിശ്വസിച്ചു, പൂർണ്ണമായും ദൈവാത്മാവിൻ്റെ വാക്കുകൾ വിശ്വസിച്ചു. അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ വന്നു. ബൈപ്പാസ് പറഞ്ഞു, നേരെ വഴിയാണ് തുടങ്ങിയതെങ്കിലും അതിന് ചില തടസ്സങ്ങൾ വന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ശരിയായ പാസ്റ്റർ, തടസ്സങ്ങൾ വന്നു. പാസ്റ്റർ പറഞ്ഞു, എസെക്കിയേൽ പ്രവചനവും സദൃശവാക്യം 3 അധ്യായം വീതം വായിക്കുക, 12 ആഴ്ച 3 പ്രാവശ്യം വീതം വായിക്കാൻ പറഞ്ഞു. ആദ്യത്തെ ആഴ്ചയിൽ തന്നെ വായന തുടങ്ങി. ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ദൈവം പ്രവർത്തിച്ചു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ ആഴ്ചയിൽ ആയിരുന്ന DFOയ്ക്ക് ട്രാൻസ്ഫറായി. ഹല്ലേലൂയ. അതുവരെ ഒന്നും ചെയ്യാതെ എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി മാത്രം വെച്ചിരുന്ന അദ്ദേഹത്തെ ദൈവം അവിടുന്ന് മാറ്റി. രണ്ടാമത്തെ ആഴ്ചയിൽ ഞാൻ ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞു, JSനോട് പറഞ്ഞു, എൻ്റെ ഫയലൊന്ന് വെക്കണം, പുട്ടപ്പ് ചെയ്യണം, എന്തെങ്കിലും ഇപ്രാവശ്യം പുതിയ DFO 2ാമത്തെ ആഴ്ചയിൽ ചാർജ് എടുത്തു. 3ാമത്തെ ആഴ്ച ഞാൻ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ ഫയൽ ഒന്നുകൂടി പുട്ടപ്പ് ചെയ്യണം, എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ 2 പ്രാവശ്യം എഴുതി വെച്ചതാണ്, ഞാൻ ഒന്നും കൂടി ഡേറ്റൊക്കെ മാറ്റി ഒന്നും കൂടി എഴുതാം. പഴയ ഡേറ്റിൽ ഇട്ടാൽ അങ്ങനെ ചോദിക്കുമല്ലോ തന്നെ, ഇത് പഴയ ആളൊന്നും ചെയ്യാൻ ചെന്ന്. അതുകൊണ്ട് പുതിയ ഡേറ്റ് ഇട്ട് അദ്ദേഹം കഴിഞ്ഞ ആഴ്ചയിൽ വെച്ചു. ബുധനാഴ്ച വെച്ചു. വ്യാഴാഴ്ച എന്നെ കേസിൽ നിന്ന് ഒഴിവായി. DFO ഓർഡർ ഇട്ടു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വെള്ളിയാഴ്ച അദ്ദേഹം എന്നെ വിളിച്ചു. അപ്പം തന്നെ ഞാൻ ബൈപ്പാസിനെ വിളിച്ച് പറയായിരുന്നു. 1.5 വർഷം താത്തി വെച്ചാലും പൂഴ്ത്തി വെച്ചാലും കെട്ടിക്കിട്ടാലും ബന്ധിച്ചിട്ടാലും ഒരൊറ്റ ആഴ്ച കൊണ്ട് മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവത്തിന്റെ കരമാണ് ഇന്നും നമുക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ പിടിച്ചുവെച്ച, യേശുവിന്റെ നാമത്തിൽ ശത്രു പിടിച്ചുവെച്ച ഫയലുകൾ നീങ്ങട്ടെ, അത് ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാനും നീയും വീട്ടിനകത്ത് കുത്തിപ്പിടിച്ചിരുന്ന് അല്പനേരം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം മാറ്റേണ്ടവനെ എടുത്തങ്ങോട്ട് മാറ്റി നിർത്തുകയാണ്. ഇന്ന് പകൽക്കാലം അതാണ് ദൈവത്തിൻ്റെ കരം, അതാണ് ദൈവത്തിൻ്റെ ശക്തിയുടെ കരം, അതാണ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്ന ദൈവകൃപയുടെ കരം. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ചലിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ ചലിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ ചലിക്കട്ടെ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ 105-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം എഴുതി, എൻ്റെ അഭിഷിക്തന്മാരെ തൊടരുത്,
എൻ്റെ ദാസന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത്. അവരുടെ നിമിത്തം അവൻ രാജാക്കന്മാരെ ശാസിച്ചു. അവൻ രാജാക്കന്മാരെ ശാസിച്ചു. അവൻ രാജാക്കന്മാരെ ശാസിച്ചു. എൻ്റെ അഭിഷിക്തന്മാരെ തൊടരുത്. എൻ്റെ ദാസന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. ഉടലര ഹതുരക ജഗന രഗതക ജഗര ശബ്ദർ ഖൗഡേ അതുര ജവന ദലകര ഗദരെ ചമ്പര ബൗഡ. 105 സങ്കീർത്തനത്തിന്റെ 15 വാക്യം. 14 വെച്ച് 14 എടുത്ത് 14 തൊട്ട്. അവരെ പീഡിപ്പിപ്പാൻ അവൻ ആരെയും സമ്മതിച്ചില്ല. അവരെ പീഡിപ്പിപ്പാൻ അവൻ ആരെയും സമ്മതിച്ചില്ല. അവരുടെ നിമിത്തം അവൻ രാജാക്കന്മാരെ പ്രസംഗം കൂടെ കേട്ടിട്ട് വായിക്കുക. പ്രൈസ് ഗോഡ്. അവരെ പീഡിപ്പിപ്പവൻ ആരെയും സമ്മതിച്ചില്ല. നിനക്ക് വേണ്ടി സമ്മതിക്കത്തില്ലാത്തൊരു ദൈവമുണ്ട്. ഭർത്താവ് യേശുവിനാമത്തിൽ അവൻ സമ്മതിക്കത്തില്ലെന്ന്, എനിക്ക് വേണ്ടി എൻ്റെ ദൈവം സമ്മതിക്കത്തില്ലെന്ന് വിശ്വസിച്ചുകൊണ്ടെന്ന് സ്തുതിച്ചാരാധിച്ചേ. എന്നിട്ട് പറയുന്നു അടുത്ത വാക്യം, അവരുടെ നിമിത്തം അവൻ രാജാക്കന്മാരെ ശാസിച്ചു. ഫോർ ദെയർ സേക്ക്, അവരുടെ നിമിത്തം അവൻ ആരെ ശാസിച്ചു? രാജാക്കന്മാരുടെ സ്വഭാവ വിചാരം എന്നറിയാമോ? എനിക്ക് തോന്നിയ പോലെ ചെയ്യും. പക്ഷേ രാജാക്കന്മാരെ ശാസിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് സങ്കീർത്തനക്കാരൻ മനസ്സിലാക്കിയതുപോലെ ഇന്ന് പകൽക്കാലം ആമേൻ, നിനക്ക് വേണ്ടി ശാസിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് ആരാധിക്കാമോ? റുബല കടത്തല ഖബ്ര. He rebuked. ഉടബല ഖദ്ര ജബര രഗത ജുടബല ഖത്തല ജൗഡ അന്തര ജബന തലകൾ കൗഡ രഗതക ജഗരക ശന്തര. ആമേൻ. ഈ റോണിക്ക് ഉണ്ടായ പോലെ 100 സാക്ഷ്യങ്ങൾ എനിക്ക് പറയാനറിയാം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും അനുഭവത്തിൽ നിന്ന് പറയാനറിയാം. അതുകൊണ്ട് അടുത്ത വാക്യം നിനക്ക് ആപ്ലിക്കബിൾ ആണെന്ന് വിചാരിച്ചോ. എൻ്റെ അഭിഷിക്തന്മാരെ തൊടരുത്. എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത്. നിന്നെ തൊടാൻ സമ്മതിക്കത്തില്ല. നിനക്കൊരു ദോഷം ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഈ മഹാദൈവം നമ്മുടെ ദൈവമായിരിക്കാൻ ഈ മഹാദൈവം നമ്മുടെ ദൈവമായിരിക്കുക. മനസ്സിലായോ? പ്രൈസ് ഗോഡ്. ഈ ദൈവം നമ്മുടെ ദൈവം. ആമേൻ. അപ്പം ഒരു നദി ഉണ്ട്. അതിൻ്റെ തോടുകൾ സന്തോഷിപ്പിക്കുന്ന തോടുകളാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യത്തില്ല? കുലുങ്ങത്തില്ല. അപ്പം കുലുങ്ങാതിരിക്കണമെങ്കിൽ ഒരു നദിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, വെളിപ്പാട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി 5 വാക്യം സങ്കീർത്തനം. ദൈവം അതിന്റെ മധ്യേയുണ്ട്. രണ്ടാമത്തെ വെളിപ്പാട്, ദൈവം അതിൻ്റെ മധ്യേ ഉണ്ട്. ഏതിൻ്റെ മധ്യയാ? ഈ കലങ്ങുന്നതിൻ്റെ മധ്യേ, ഈ കുലുങ്ങുന്നതിൻ്റെ മധ്യേ. ഇത് എത്ര കിടന്ന് കലങ്ങിയാലും എത്ര കിടന്ന് കുലുങ്ങിയാലും നിനക്കതുകൊണ്ട് കുലുങ്ങാതിരിക്കാൻ പറ്റണം. പ്രൈസ് ഗോഡ്. നീ കുലുങ്ങാതിരിക്കാൻ പറ്റണം. പ്രൈസ് ഗോഡ്. മാത്രമല്ല പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എന്തൊക്കെ സംഭവിച്ചാലും ഒരു പ്രത്യാശയുണ്ട്. ദൈവം അധികാലത്തെ അതിനെ സഹായിക്കും. അതെ, നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. രണ്ടാമത്തെ വെളിപ്പാട്, ദൈവം അതിൻ്റെ മധ്യേ ഉണ്ട്. ഒന്നാമത്തെ വെളിപ്പാട്, ദൈവത്തിന്റെ സ്തോത്രം, ഒരു നദി ഉണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സങ്കീർത്തനം വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. പ്രൈസ് ഗോഡ്. ഒരു നദിയുണ്ട്. ഒന്നാമത്തെ വെളിപ്പാട്. രണ്ടാമത്തെ വെളിപ്പാട്, ദൈവം അതിൻ്റെ മധ്യേ ഉണ്ട്. മൂന്നാമത്തെ വെളിപ്പാട് 8 വാക്യം. വരുവീൻ, യഹോവയുടെ പ്രവൃത്തി. 7 വാക്യം. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. മൂന്നാമത്തെ വെളിപ്പാട്, സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രം മധ്യേ വീണ് സമുദ്രം വിലച്ച് കരങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കിട്ടിയ വെളിപ്പാട്, ഒരു നദി പർവ്വതത്തിലേക്ക്, പെരിയാറും പമ്പയും ബ്രഹ്മപുത്രയും പ്രൈസ് ഗോഡ് ഗംഗയും യമുനയും എല്ലാം ചെന്ന് ഒഴുകി ചേരുന്നത് സമുദ്രത്തിലാണ്.
അപ്പോൾ ഇങ്ങനെ നോക്കി കലങ്ങുന്ന സമുദ്രത്തിൽ നോക്കി നിൽക്കുമ്പോൾ ഒരു കാര്യം കാണാൻ സാധിച്ചു. പ്രൈസ് ഗോഡ്, ഒരു നദി ഇങ്ങനെ വന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതിനകത്ത് കണ്ടത് എന്നാണെന്നറിയാമോ? പ്രൈസ് ഗോഡ്, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണിട്ട് സമുദ്രം കോപം കൊണ്ട് എരച്ച് കലങ്ങി ചെളിയെല്ലാം കൂടെ കലങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, അതിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന നദിയിൽ നിന്ന് വരുന്ന വെള്ളം നല്ല തെളിനീരാണ്. പ്രൈസ് ഗോഡ്, എവിടെയൊക്കെ കലങ്ങിയാലും നിനക്കൊരു തെളിനീരിൻ്റെ ഉറവ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് സാധിക്കും? കലങ്ങുന്നത് കലങ്ങട്ടെ, കലങ്ങുന്നത് കലങ്ങട്ടെ. ഒരു നദിയുണ്ട്, അതിൽ കൂടെ തെളിഞ്ഞ വെള്ളം ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു. ആ വെള്ളം കണ്ട് ആരാധിക്കാമോ? ആ വെള്ളം കണ്ട് ആരാധിക്കാമോ? കാർമേഘത്തിനുള്ളിൽ ഞാൻ മിന്നും സൂര്യ ശോഭ കാണും. കാർമേഘത്തിനുള്ളിൽ ഞാൻ മിന്നും സൂര്യ ശോഭ കാണും. പരപരമേശ വരമരുളീശ നീയത്രേയൻ രക്ഷാസ്ഥാനം. പരപരമേശ വരമരുളീശ നീയത്രേയൻ രക്ഷാസ്ഥാനം. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖം ഒന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖം ഒന്നുമില്ല. പരപരമേശ, കുലുങ്ങാതെ നിൽപ്പാൻ, കലങ്ങാതെ നിൽപ്പാൻ. പരപരമേശ വരമരുളീശ നീയത്രേയൻ രക്ഷാസ്ഥാനം. നിന്റെ എല്ലാ നടത്തിപ്പും എന്റെ ഭാഗ്യനിറവല്ലോ. നിന്റെ എല്ലാ നടത്തിപ്പും എന്റെ ഭാഗ്യനിറവല്ലോ. പരപരമേശ വരമരുളീശ എല്ലാ നടത്തും നിന്റെ ജീവിതത്തിലെ സകലതും നിനക്ക് ഭാഗ്യമാണ്. പരപരമേശ വരമരുളീശ നീയത്രേയൻ രക്ഷാസ്ഥാനം. നിന്റെ മുഖശോഭ മൂലം എന്റെ ദുഃഖം തീർന്നു പോകും. നിന്റെ മുഖശോഭ മൂലം എന്റെ ദുഃഖം തീർന്നു പോകും. യേശുവിന്റെ നാമത്തിൽ സകല ദുഃഖങ്ങളും മാറ്റുന്ന മുഖശോഭ ഉദിക്കണമേ. പരപരമേശ വരമരുളീശ നീയത്രേയൻ രക്ഷാസ്ഥാനം. സന്ധ്യയിങ്കൽ വിലാപവും സന്തോഷമുഷസിങ്കലും. സന്ധ്യയിങ്കൽ കരച്ചിലും വിലാപവുമാണെങ്കിലും ദൈവവൈതലേ, അധികാലത്തെ സന്തോഷം ഉദിക്കുന്ന ഒരു പ്രഭാതമുണ്ട്, ഒരു പ്രഭാതമുണ്ട്, ഒരു പ്രഭാതമുണ്ട്. വിശ്വാസത്തോടെ ആരാധിക്കേ. പരപരമേശ വരമരുളീശ നീയത്രേയൻ രക്ഷാസ്ഥാനം. നിന്നോടുള്ള വാസം എന്റെ കണ്ണീർ തുടച്ചിടും. നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ കണ്ണീർ തുടച്ചിടും. യേശുവിന്റെ നാമത്തിൽ കണ്ണുനീർ തുടയ്ക്കുന്നു, കണ്ണുനീർ തുടയ്ക്കുന്നു. ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പരപരമേശ വരമരുളീശ നീയത്രേയൻ രക്ഷാസ്ഥാനം. ആദിയിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. ആദിയിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. പരപരമേശ വരമരുളീശ നീയത്രേയൻ രക്ഷാസ്ഥാനം. കാർമേഘത്തിനുള്ളിലും ഞാൻ പിന്നം സൂര്യശോഭ കാണും. കാർമേഘത്തിനുള്ളിലും ഞാൻ പിന്നം സൂര്യശോഭ കാണും. പരപരമേശ വരമരുളീശ നീയത്രേയൻ രക്ഷാസ്ഥാനം. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖം ഒന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖം ഒന്നുമില്ല. പരപരമേശ വരമരുളീശ നീയത്രേയൻ രക്ഷാസ്ഥാനം. നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖം ഒന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖം ഒന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖം ഒന്നുമില്ല. നിന്നെ കാണും ജന തടസ്സങ്ങൾ മാറട്ടെ. ഒരു നദിയുണ്ട്, ഒരു നദിയുണ്ട്. അതിന്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നത നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു, സന്തോഷിപ്പിക്കുന്നു, സന്തോഷിപ്പിക്കുന്നു. നിന്റെ സന്തോഷം കെടുക്കുന്ന വിഷയങ്ങൾ യേശു
യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറ്. സന്തോഷം കെടുത്തുന്ന വിഷയങ്ങൾ, സന്തോഷം കെടുത്തുന്ന വിഷയങ്ങൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സന്തോഷം കെടുത്തുന്ന സകല വിഷയങ്ങൾ വിട്ടുമാറ്. Oh, name of the name of Jesus, in 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 the name of Jesus. സന്തോഷങ്ങളുടെ വിഷയം വിട്ടുമാറ്. സങ്കീർത്തനക്കാരൻ എരച്ചു കലങ്ങുന്ന സമുദ്രത്തിൽ നിന്ന് ഇനി പർവ്വതം ഇങ്ങോട്ട് കുലുങ്ങുന്നത് പ്രതീക്ഷിച്ചോട് നിൽക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു. ഒരു നദി, കലങ്ങിയ വെള്ളത്തിനകത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദി. ഇത് ദൈവത്തിൻ്റെ നദിയാണ്, ഇത് ദൈവത്തിൻ്റെ നദിയാണ്, ഇത് ദൈവത്തിൻ്റെ നദിയാണ്. നിന്റെ കലക്കത്തിൻ്റെ ഉള്ളിലേക്ക് നിന്നെ ശാന്തമാക്കുവാൻ, നിന്നെ ശാന്തമാക്കുവാൻ, നിന്റെ കലക്കം മാറ്റുവാൻ ഇത് ദൈവത്തിൻ്റെ നദിയാണ്. ആമേൻ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ കലക്കം മാറുമെന്നൊരു ഉറപ്പ് എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്? യേശുവിന്റെ നാമത്തിൽ. യെസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. അപ്പം കലക്കുന്ന വിഷയങ്ങളുടെ നേരെ കുലുങ്ങാതെ നിൽക്കുന്ന എങ്ങനെയെന്ന് മനസ്സിലായോ? ഒരു വെളിപ്പാട് കിട്ടിയോ? കിട്ടിയോ? പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് കർത്താവ് ചുമ്മാതല്ല പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും. ജീവജല നദികൾ ഒഴുകും. നിന്റെ ഉള്ളിൽ നിന്ന് ഒഴുകും, നിന്റെ വീട്ടിലൊഴുകും, നിന്റെ കുടുംബത്തിലൊഴുകും, നിന്റെ ബിസിനസ്സിലൊഴുകും, നിന്റെ ജോലിയിലൊഴുകും. ആമേൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞ വാക്യം അറിയാമല്ലോ, എടുക്കണ്ട. ഉള്ളിൽ ജീവജല നദികൾ ഒഴുകും. ആരുടെ ഉള്ളിൽ നിന്നെന്ന് പറ? ആരുടെ ഉള്ളിൽ നിന്ന്? വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന്. വിശ്വസിക്കുന്നവൻ എന്തോ ചെയ്യും? അത് മനസ്സിലാക്കാൻ ഞാൻ പുറകോട്ട് പോവുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവചനം 48 പോകും. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെ എടുത്തട്ട് പെട്ടെന്ന് 47 എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ആര് ജീവിച്ചിരിക്കും? ചത്ത പ്രാണിയല്ല ജീവിച്ചിരിക്കുന്നത്, ചലിക്കുന്ന പ്രാണിയെന്ന്. ചുമ്മാതല്ല ഞാൻ പറഞ്ഞത്. ശക്തമായിട്ട് ആരാധിച്ചാൽ ജീവൻ നിന്ന് ജീവങ്കിലേക്ക്, ക്ഷീണിച്ചിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ജീവങ്കിലേക്ക് വരുമെന്ന് പറഞ്ഞത് ചുമ്മാതല്ല. ഇത് വെളിപ്പാടാണ്, ഇത് വെളിപ്പാടാണ്, ഇത് വെളിപ്പാടാണ്. ആമേൻ. ഇത് യെഹെസ്കേൽ കണ്ട വെളിപ്പാടാണ്. 47 അധ്യായം 1 മുതൽ. ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു. 1-ാം വാക്യം 47:1 തൊട്ട്. അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കൽ മടക്കി കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കിഴക്കു നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഒരു സെക്കൻഡ്. വെള്ളം എവിടെ നിന്ന് പുറപ്പെട്ടു? ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കിഴക്ക് നിന്ന്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആരാധന എന്തുവാ? ആലയം ആരാധന നടക്കുന്ന സ്ഥലമാണ്. നീ ആരാധിക്കുന്നെങ്കിൽ നിന്റെ ഉള്ളിൽ നിന്ന് ഒഴുകുമെന്ന്.
ആലയത്തിൽ നിന്ന് എങ്ങനെ കിഴക്കോട്ട് വെള്ളം ഒഴുകിയോ അതുപോലെ ദൈവത്തെ ആരാധിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ഒഴുകും ശക്തിയോടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആമേൻ, പിത്തം പിടിച്ചിരിക്കാതെ കരമടിച്ച് ദൈവത്തെ ആരാധിക്കാൻ. നിന്റെ ഉള്ളിൽ നിന്നൊഴുകും, നിന്റെ ഉള്ളിൽ നിന്നൊഴുകും, നിന്റെ ഉള്ളിൽ നിന്നൊഴുകും, നിന്റെ ഉള്ളിൽ നിന്നൊഴുകും, നിന്റെ ഉള്ളിൽ നിന്നൊഴുകും. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഈ ഒഴുക്ക് വരുമ്പോഴല്ലോ സംഭവിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ ആരാധനയും കൂടെ കമ്പയർ ചെയ്യണം. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. പിറുപിറുത്തെന്നല്ല, ഇങ്ങനെ കൈവീശി പറഞ്ഞെന്നല്ല, ഇങ്ങനെ ചുണ്ണാമ്പ് തേച്ചുകൊണ്ട് പറഞ്ഞെന്നല്ല, പറന്നുകൊണ്ട് പറഞ്ഞു. പറന്നാരാധിക്കുന്ന ശരീഫുകളോടൊപ്പം പറന്നാരാധിക്കാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവമക്കളെ, നീ ഭാഗ്യവാൻ. ആമേൻ. ചിലർ ആരാധിക്കാൻ തല ഇങ്ങോട്ട് പിടിച്ചിട്ട്, പിന്നെ കുറച്ച് ഇങ്ങോട്ട് പിടിച്ചിട്ട്, പിന്നെ നേരെ പിടിച്ചിട്ട്, ഈ 3 ആരാധന അറിയാവൂ. ഇത് കഴിഞ്ഞിട്ട് പറന്നൊരു ആരാധനയുണ്ട്. സെറാഫുകൾ ആരാധിക്കുന്ന ഒരു ആരാധന. ആ ആരാധന ആർക്കുന്ന ശബ്ദമാണ്, അത് ആർപ്പിന്റെ ശബ്ദമാണ്, അത് ആർപ്പിന്റെ ശബ്ദമാണ്. ആ ആരാധനയിൽ ബന്ധനമഴിയും, കെട്ടുകളഴിയും. ആമേൻ. എനിക്ക് തോന്നുന്നു ഇതിൽ നിന്ന് കുറഞ്ഞത്തെ പിടിച്ച് ഇവിടെ കൊണ്ട് നിർത്തിയാലോ ഒന്ന്. പ്രൈസ് ഗോഡ്. ശരിക്കും ആരാധന വരുമ്പം ഇങ്ങനത്തെ എല്ലാ സ്ഥലത്തുനിന്നും ആരാധന വരണം. മേളിൽ നിന്നും വരണം, താഴെ നിന്നും വരണം, എല്ലായിടത്തുനിന്നും വരണം. എല്ലാവരും ചേർന്ന് ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മളെല്ലാം ഒന്നിച്ചിരുന്ന് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ, കരങ്ങളടിച്ച് 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 ആരാധിക്കുമ്പോൾ കെട്ടുകൾ പൊട്ടും. ആമേൻ, ആമേൻ. പുൾപ്പിറ്റിൽ നിന്ന് ആരാധന അങ്ങോട്ട് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറണ്ട, അങ്ങോട്ട് പോട്ടെ. അവിടെ നിന്ന് അങ്ങോട്ട് പോട്ടെ. ജനമെല്ലാം ചേർന്ന് ആരാധിക്കട്ടെ. എൻ്റെ ദൈവം വലിയവനാണ്, എൻ്റെ ദൈവം സ്തുത്യനാണ്, എൻ്റെ ദൈവം മഹാദൈവമാണ്. പ്രൈസ് ഗോഡ്. അപ്പം ഇനി അടുത്ത വാക്യം വായിച്ചേ. അവർ ആർക്കുന്ന ശബ്ദത്താൽ, അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. എൻ്റെ ദൈവമേ, ചിലതൊക്കെ കുലുങ്ങുമോ? ആരാധനയ്ക്കകത്ത് കുലുങ്ങും. ഉമ്മരപ്പടികൾ കുലുങ്ങും, ശബ്ദത്താൽ കുലുങ്ങും. ഉടബല കടകല കതുരാ ജപരക ജഗതക ജഗര തിരുതല ഭൗടക ജഗതക ജഗര തരമ. ആമേൻ. ഞാൻ ചോദിക്കട്ടെ, ഉമ്മരപ്പടികൾ കുലുങ്ങിയത് ചവിട്ടി കുലുങ്ങിയതല്ല. ചിലരൊക്കെ ചവിട്ടുന്നുണ്ട്, പക്ഷെ കുലുങ്ങുന്നില്ല. ഉമ്മരപ്പടികൾ കുലുങ്ങിയത് ചവിട്ടി കുലുങ്ങിയതല്ല. വായിച്ചു നോക്കി, എങ്ങനെ കുലുങ്ങി? അവർ ആർക്കുന്ന ശബ്ദത്താൽ, ശബ്ദം കൊണ്ട് കുലുങ്ങിയെന്ന്. ഒച്ചയുണ്ട് ആരാധനയില്, ശബ്ദമുണ്ട് ആരാധനയില്, കുലുങ്ങുന്ന ശബ്ദം. ഉമ്മരപ്പടികൾ കുലുക്കുന്ന ശബ്ദമുണ്ട് ആരാധനയിൽ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഞാൻ തൽക്കാലം ഒന്ന് ബ്രേക്ക് ഇടുക. കാരണം കുലുക്കം കൂടിയാൽ അധികം ബഹളമായി പോയിവിടെ. ഇതൊന്നും അല്ല കുലുക്കം കേട്ടോ, കുലുക്കം വരാൻ പോകുന്നതേ ഉള്ളൂ. ഇതൊന്നും AC ചെയ്തിട്ട് ഈ ഗ്ലാസ്സൊക്കെ ഒന്ന് അടച്ച് സൗണ്ട് പ്രൂഫ് ആക്കട്ടെ. ഇതിനകത്ത് തീ ഇറക്കണം, ഇതിനകത്ത് ആത്മാവിൽ ആരാധനയുടെ തീ ഇറക്കണം. പ്രൈസ് ഗോഡ്, ആമേൻ. അന്നൊരു കാര്യം നിവൃത്തിയാകും. എന്താണെന്നറിയാമോ? ചലിക്കുന്ന പ്രാണി ജീവിച്ചിരിക്കും, ചലിക്കാത്തതിനൊക്കെ കൊണ്ടുപോയി കുഴിച്ചിടേണ്ടി വരും. മനസ്സിലായോ? ചലിക്കുന്നതിനെയൊക്കെ ജീവിച്ചിരിക്കും, ചലിക്കാത്തതിനെയൊക്കെ എവിടെ കൊണ്ട് കളയേണ്ടി വരും. ഇന്ന് പകൽക്കാലം ചലിക്കുന്ന ആത്മാവ്, ചലിപ്പിക്കുന്ന ആത്മാവ്. യെസ് ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. 2 ആഴ്ച മുമ്പ് AC ഒക്കെ വന്നതാ, പക്ഷേ നമ്മുടെ കാര്യമല്ല, ഇങ്ങനെയൊക്കെ നടക്കത്തുള്ളൂ എന്ന് തോന്നുന്നു. പ്രൈസ് ഗോഡ്. ഞാൻ കഴിഞ്ഞ ആഴ്ച കൂടെ ഉണ്ടായില്ല. ഈ ആഴ്ച എങ്ങനെയെങ്കിലും വയറൊക്കെ കുഴിച്ചിട്ടുണ്ട്, കേബിളൊക്കെ കുഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ കണക്ഷൻ കൊടുത്ത്
ഈ ജനലും ഒക്കെ ഒന്ന് അടച്ച് അതിനുള്ള പരിപാടിയൊക്കെ എടുക്കുന്നുണ്ട്. അടുത്ത ഞായറാഴ്ചയ്ക്ക് നിങ്ങളിവിടെ കയറി വരുമ്പം ഇത് കണ്ടീഷൻഡ് ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാജുവേ, പീറ്റർ എന്തിയോ സാജുവും പീറ്ററും ഒന്ന് എഴുന്നേറ്റുന്നേ. ഷാജിയുടെ പരിപാടി ഷാജി ചെയ്ത് കഴിഞ്ഞു. ഷാജി ഒന്ന് എഴുന്നേറ്റുന്നേ. എന്തിയേ ഷാജി വന്നിട്ടുണ്ടോ? ആ, ഇവര് ചെറിയാനോ? ആ, ആശുപത്രി. ഓക്കെ, ആശുപത്രിയിൽ പോയി കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് ഒരു BP താണു പോയതാണ്, പ്രശ്നമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഈ കൗണ്ടറിലിരിക്കുന്നവർ അവിടെ എന്ത് സംഭവിച്ചാലും അപ്പോൾ എനിക്ക് സ്ലിപ്പ് തരണം. ഞാൻ ഇവിടെ ചോദിച്ചിട്ടല്ല. ജോണിച്ചാൻ, എന്ത് സംഭവിച്ചാൽ എനിക്ക് അപ്പം തന്നെ എനിക്ക് സ്ലിപ്പ് വരണം. ഓക്കെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞത്, ദൈവം അനുവദിച്ചാൽ ഇതെല്ലാം അടച്ച് സൗണ്ട് പ്രൂഫ് ആക്കിയിട്ട് നമ്മൾ പൗലോസും ശിലാസും ആരാധിച്ചതുപോലെ ആയിരക്കണക്കിന് ജനം ഇവിടെ ഇരുന്ന് ശക്തിയോടെ ആരാധിച്ച് പൊട്ടിക്കണം. എല്ലാ കെട്ടുകളും പൊട്ടിക്കണം. ആമേൻ, പ്രൈസ് ഗോഡ്. ഞാൻ ഇന്നും വിശ്വസിക്കുന്നൊരു കാര്യം പറയാം. എരിഹോ മതിൽ 6 ദിവസം ഉയർന്നു നിന്നാലും 6 ദിവസം ചുറ്റി നടന്നിട്ട് ഒരു 7-ാം ദിവസമുണ്ട്, ഒരു ഞായറാഴ്ച, ഒരു ആരാധന ദിവസമുണ്ട്. അന്ന് മതിൽ വീഴും. അന്ന് ആരാധന ദിവസം മതിൽ വീഴും. ഇന്ന് പകൽക്കാലം നിന്റെയും എൻ്റെയും ആരാധനയുടെ മുമ്പിൽ ഇടിഞ്ഞു വീഴാത്ത മതിലില്ല. ആമേൻ. ഞാൻ പറയും, ഈ ശക്തമായി ഇവിടെ അഭിഷേകം പ്രാപിക്കാത്ത കുറച്ച് പേർക്കൊക്കെ സങ്കടമുണ്ട്. ഞങ്ങൾക്ക് അഭിഷേകം പ്രാപിക്കണം, ആരെ വരുത്തിയായാലും വേണ്ടുകയില്ല, ഞങ്ങൾക്ക് അഭിഷേകം പ്രാപിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ ആരെ വരുത്തിയല്ല അഭിഷേകം പ്രാപിക്കേണ്ടത്, പരിശുദ്ധാത്മാവിനെ വരുത്തിയ. പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്തേച്ചാൽ മതി. ദൈവവചന പ്രകാരം നീ എടുക്കുന്ന തീരുമാനത്തെ മാനിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളത്തിലേക്ക് വരും. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഫെയ്ത്ത് സിറ്റി സഭയിൽ അഭിഷേകം പ്രാപിച്ച എത്ര പേരുണ്ട്? അന്യഭാഷ ആരായിരുന്നു? കരം ഉയർത്തി സ്തുതിക്കാൻ മതി. ഇത്രയും പേര് അഭിഷേകം പ്രാപിക്കാൻ ഒരു കാത്തിരിപ്പ് യോഗം നടത്തിയിട്ടില്ല. ഒരു കാത്തിരിപ്പ് യോഗം നടത്തിയിട്ടില്ല. കാത്തിരിപ്പ് യോഗം 1-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞു. സെഹിയോൻ മാളികയിൽ 120 പേര് കാത്തിരുന്ന് പരിശുദ്ധാത്മാവ് വന്നു. അതുവരെ പരിശുദ്ധാത്മാവ് വന്നും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പരിശുദ്ധാത്മാവ് സകല സത്യത്തിനും വഴി നടത്താൻ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യം വരുത്താൻ ഇവിടെ തന്നെ ഉണ്ട്. ആവശ്യപ്പെടുന്നവർക്ക്, ആഗ്രഹിക്കുന്നവർക്ക് ധാരാളമായി പകരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആരാധനയിലും പ്രാർത്ഥനയിലും പകരും. ആമേൻ. അതിനുവേണ്ടി ഒരു കാത്തിരിപ്പ് യോഗം നടത്തി തലയും കുമ്പിട്ടിരിക്കുമ്പോൾ തലയെ വിട്ട് കുലുക്കിയിട്ട് പ്രാപിക്കടാ എന്ന് പറഞ്ഞ് പറഞ്ഞോടാ പ്രാപിച്ചോടാ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് പ്രാപിക്കുന്ന ഒരു അഭിഷേകം വേണ്ട. പരിശുദ്ധാത്മാവ് തരുന്ന ഒരു അഭിഷേകം അതുണ്ട്, അത് സത്യമാണ്. ആ സത്യമായ അഭിഷേകം നീ ഞാനും പ്രാപിച്ചേ പറ്റൂ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഞാൻ ഈ അഭിഷേകത്തെക്കുറിച്ച് ഒത്തിരി പഠിച്ചു നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, പലരും അഭിഷേകം പ്രാപിച്ച് ചിലർ ഇട്ടോ എന്ന് ശബ്ദം കേട്ടാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അടുത്ത് വെച്ചും പറയും. പിന്നെ ചിലർ വിളിച്ച് വന്ന് അത് ചെയ്യടാ, ഇത് ചെയ്യടാ, മറ്റേ ചെയ്യടാ, മറിച്ച് ചെയ്യടാ, പറയടാ, ചാടടാ, ഓടടാ. ഇതൊന്നും വേണ്ട. നീ ഇരിക്കുന്ന 120 പേര് ഇരിക്കുന്ന പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ മാളികയിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അയച്ചവനാണ് എൻ്റെ ദൈവം. നീ ഇരുന്ന് പ്രാർത്ഥിക്ക്, നീ ഒരുക്കത്തോടെ പ്രാർത്ഥിക്ക്, നീ ശക്തിയോടെ പ്രാർത്ഥിക്ക്. അഭിഷേകത്തിൻ്റെ ശക്തി നിനക്ക് തരും. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ക്യാമ്പിൽ ഒരു കാത്തിരിപ്പ് ചെറുതായിട്ട് നടത്തി. പ്രൈസ് ഗോഡ്. പിന്നെ ദൈവാത്മാവിനോട് പറഞ്ഞു, എടാ ഇത് 2000 കൊല്ലം പഴക്കമുള്ള കാര്യമാണ്. അന്നത്തെ ആത്മാവ് ഇന്നും പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കാത്തിരിക്കേണ്ട. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ ഒരുക്കമുള്ളവരുടെ മേൽ പകരപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇന്നത്തെ ആരാധനയിലും പകരുവാൻ ദൈവത്തിന് കഴിയും. വ്യക്തിപരമായി പ്രാപിക്കാൻ ദൈവത്തിന് കഴിയും. കൃപയും കൃപാവരങ്ങളും പ്രാപിക്കാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങളൊക്കെ അഭിഷേകം പ്രാപിച്ചെങ്കിൽ എനിക്കറിയത്തില്ല. പക്ഷെ ഞാനൊരു കൊച്ചു കൂട്ടാൻ വരുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കൈയടിച്ചു പോലുമില്ല. ഞാൻ കൈയടിച്ചില്ല, സത്യം പറഞ്ഞാൽ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു തോന്നലുണ്ടായിരുന്നു, ഈ കൈയടിച്ച് വരുത്തി കയറ്റുന്ന സാധനം പരിശുദ്ധാത്മാവെന്ന്.
കാളത്തോല് പൊട്ടിക്കത്തവണ ഡ്രമ്മം അടിച്ചിട്ട് സ്പിരിറ്റ് കൂടിക്കഴിയുമ്പം ചിലർ പ്രൈസ് ഗോഡ് പല പല വിഭ്രമത്തിൽ പല പല ഗോഷ്ഠികളും കാണിക്കുന്ന കൂട്ടത്തിലാണ് പരിശുദ്ധാത്മാവെന്ന് ഞാൻ ചിന്തിച്ചതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. എനിക്ക് അഭിഷേകം കിട്ടണമെങ്കിൽ ഞാൻ ചുമ്മാ കയ്യും കെട്ടിയിരിക്കും, അഭിഷേകം കിട്ടണം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഞാൻ അഭിഷേകം പ്രാപിക്കാനായിട്ട് ആഗ്രഹത്തോടെ ശുദ്ധീകരണത്തോടെ എല്ലാ മീറ്റിങ്ങിലും പോയിരിക്കും, പക്ഷേ കയ്യും കെട്ടിയിരിക്കത്തുള്ളൂ. കാരണം എന്തറിയാമോ? അഭിഷേകം പ്രാപിക്കുന്നത് സത്യമാണെങ്കിൽ അത് എന്നെക്കൊണ്ട് കൈ അടുപ്പിക്കും, എന്നെ ചലിപ്പിക്കും. പരിശുദ്ധാത്മാവ് അങ്ങോട്ട് വന്ന നിമിഷം ഞാൻ ചലിക്കാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം ആത്മാഭിഷേകം പ്രാപിച്ച ദൈവജനമേ, അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേൽ വന്നാൽ നീ ചലിക്കും. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ വന്നപ്പോൾ എന്നൊക്കെ പറഞ്ഞ് പഴയ നിയമത്തിലേക്കാൾ ശക്തിയോടെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. പണ്ട് മനുഷ്യര് കെട്ടിയ കെട്ടാ പൊട്ടിച്ചുകൊണ്ടിരുന്നത്, എന്നാൽ ഇന്ന് പിശാച് കെട്ടിയ കെട്ടുകളാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ആരാധിക്കുന്ന നിമിഷത്തിൽ പിശാച് നിന്റെ തലമുറക്കെതിരായി, നിന്റെ ബിസിനസ്സിനെതിരായി, നിന്റെ ഓർഡറുകൾക്കെതിരായി കെട്ടിയ കെട്ട്. ആമേൻ. എനിക്കും നിനക്കും എതിരായിട്ട് പിശാച് കൊണ്ടുപോയി കെട്ടുന്ന സ്ഥലങ്ങളെന്ന് അറിയാമോ? അവിടെ നമുക്ക് ചെല്ലാൻ പറ്റത്തില്ല, എടുത്ത് പൊട്ടിക്കാൻ പറ്റത്തില്ല. റോണിയുടെ സാക്ഷ്യം കേട്ടല്ലോ. DFOയുടെ ഓഫീസിലിരിക്കുന്ന ഫയലാണ് കെട്ടി വെച്ചേക്കുക. റെഡ് ടേപ്പ് എന്ന് പറയും, ഒരു ഫയൽ അത് കെട്ടി വെച്ചത്. അതെടുക്കുന്നില്ല, അതെടുക്കാൻ പറ്റുന്നില്ല, അതെടുത്തിട്ട് നടക്കുന്നില്ല. അത് കെട്ടി വെച്ചിരിക്കുകയാണ്. ആര് കെട്ടി? പിശാച് കെട്ടി. പക്ഷെ ഒരൊറ്റ പ്രാർത്ഥന, കെട്ടുപൊട്ടി യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകൽക്കാലം നിനക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തിടത്ത്, നിന്നെക്കൊണ്ട് സാധിക്കാത്തിടത്ത് കെട്ട് പൊട്ടിക്കുന്ന ദൈവം. ആമേൻ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇവിടെ കളമശ്ശേരി ഫെയ്ത്ത് സിറ്റി ചർച്ചിലിരുന്ന് ആരാധിക്കുന്നു. ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ഇവിടെ നിന്ന് ആരാധിക്കുമ്പോൾ, ഞാൻ ഇവിടെ ഇരുന്ന് വചനം കേൾക്കുമ്പോൾ, ഞാൻ വിശ്വസിച്ച് യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ശാസിക്കുമ്പോൾ, മൈലുകൾക്കപ്പുറത്ത് കെട്ടിവച്ചിരിക്കുന്ന ഒരു കെട്ട് എൻ്റെ വിഷയത്തിൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ, എൻ്റെ ജോലിയുടെ വിഷയത്തിൽ, എൻ്റെ പഠിത്തത്തിൻ്റെ വിഷയത്തിൽ, എൻ്റെ സമ്പത്തിൻ്റെ വിഷയത്തിൽ, എൻ്റെ വീടിൻ്റെ വിഷയത്തിൽ എവിടെയോ കെട്ടിവച്ചിരിക്കുന്ന കെട്ട് ഇപ്പോൾ പൊട്ടുമെന്ന് വിശ്വാസത്തോടെ, യെസ്, I break, I break, I break. ഡബല കദരക ജഗരക 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 ജഗര പൊട്ടട്ടെ 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 യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യെസ്, യേശുവിന്റെ നാമത്തിൽ, 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 യെസ്, യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ ഇപ്പോൾ, 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 റൈറ്റ് നൗ, റൈറ്റ് നൗ, റൈറ്റ് നൗ, റൈറ്റ് നൗ, റൈറ്റ് നൗ, റൈറ്റ് നൗ. ആമേൻ. ഞാൻ ചോദിക്കട്ടെ, ഞാനിവിടെ ഇത്രയും ഒച്ച വെച്ച് പറഞ്ഞിട്ട് നിങ്ങളുടെ ഉള്ളിൽ പൊട്ടി എന്നൊരു തോന്നൽ കിട്ടത്തക്കവണ്ണം ഒരു വിശ്വാസം വ്യാപരിച്ചോ? ആ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം നീ കാണത്തക്കവണ്ണം ദൈവപ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടണം. ആമേൻ. ശിമയോൻ എന്നൊരു പ്രവാചകൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഒരു വാഗ്ദത്തം പ്രാപിച്ചു. മെശിഹയെ കാണുന്നതിന് മുമ്പ് നീ മരിക്കത്തില്ല. പുള്ളിക്ക് ഓരോ വയസ്സ് കൂടുന്തോറും അങ്കലാപ്പുണ്ടോ? ഒരങ്കലാപ്പും ഇല്ല. മെശിഹയെ കാണുന്നത് വരെ 80 ആയാലും 85 ആയാലും 90 ആയാലും 100 ആയാലും 110 ആയാലും എത്ര വയസ്സായാലും ഒരു കാര്യം ഉറപ്പാണ്, എനിക്കൊരു വാഗ്ദത്തം കിട്ടിയിട്ടുണ്ട്. ആ വാഗ്ദത്തത്തെ തൂങ്ങിപ്പിടിച്ചുകൊണ്ട് ശിമയോൻ ദേവാലയത്തിലേക്ക് ആത്മനിയോഗത്താൽ ചെല്ലുമ്പോൾ യേശു കുഞ്ഞിനെയുമായി മറിയയും യോസഫും വന്നിരിക്കുന്നത്. ദുർബല ഗദുര ജപന ഗരഗത. ആമേൻ. ലൂക്കോസ് 2:25. ലൂക്കോസ് 2:25. യെരൂശലേമിൽ ശിമ്യോൻ എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവൻ അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്നു.
യേശു എന്ന പൈതലിനു വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടു ചെന്നപ്പോൾ അവൻ അവനെ കയ്യിൽ ഏന്തി ദൈവത്തെ പുകഴ്ത്തി. ഇപ്പോൾ നാഥാ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടല്ലോ. നീ കാണും, നീ കാണും, നീ കാണും. വാഗ്ദത്തങ്ങൾ ഏറ്റെടുത്ത ദൈവവൈതലെ നിന്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണും. വിടുതലുകൾ കാണും, അനുഗ്രഹങ്ങൾ കാണും, ഐശ്വര്യങ്ങൾ കാണും, അത്ഭുതങ്ങൾ കാണും, അടയാളങ്ങൾ കാണും യേശുവിന്റെ നാമത്തിൽ. ആമേൻ. രണ്ടാമത്തെ വെളിപ്പാട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവം അതിൻ്റെ മധ്യം ഉണ്ട്. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. ദൈവം അതിൻ്റെ മധ്യയുണ്ട്. ആദ്യത്തെ വെളിപ്പാട് ഒരു നദി ഉണ്ട്. അപ്പോൾ ഈ കലങ്ങിക്കൊണ്ടിരിക്കുന്ന സമുദ്രത്തിൻ്റെ മുള്ളിൽ നിന്നുകൊണ്ട് കുലുങ്ങുന്ന പർവ്വതത്തെ നോക്കി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പം ഒരു കാഴ്ചപ്പാട് കിട്ടി. ഒരു നദി തേണ്ടേ ഒഴുകി വരുന്നു, നല്ല തെളിഞ്ഞ വെള്ളം. ഇന്ന് പകൽക്കാലം ആ തെളിഞ്ഞ വെള്ളം മുന്നിൽ കണ്ടുകൊണ്ട് എൻ്റെ ദൈവത്തോട് പറ, കർത്താവേ, ഈ കലക്കം എനിക്കൊരു വിഷയമല്ല, ഈ കുലുക്കം എനിക്ക് വിഷയമല്ല, നല്ല തെളിനീരിത ഒഴുകിക്കൊണ്ട് വരികയാണ്. ആമേൻ. ആ നദി എവിടെ നിന്ന് ഒഴുകണം? ആരാധനക്കാരൻ്റെ ഉള്ളിൽ നിന്നൊഴുകണം. അതെങ്ങനെ ഒഴുകണം? വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകണം. ഇന്ന് പകൽക്കാലം ആ നദി എങ്ങനെ ഒഴുകണം? ആരാധിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന്. എങ്ങനെ ആരാധിക്കണം? ആരാധനയുടെ ശബ്ദത്താൽ ഉമ്മരപ്പടികൾ കുലുങ്ങത്തക്കവണ്ണം ആരാധിക്കുമ്പോൾ ആലയത്തിൻ്റെ ഉമ്മരപ്പടിയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു നദിയുണ്ട്. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഇതാണ് മെക്കാനിസം. ആരാധിക്കുന്നവൻ്റെ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ നടക്കുന്നത് ഇങ്ങനെയാണ്. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെ ചലിക്കുന്ന എന്തെങ്കിലും ചലനമുണ്ട് നിനക്കെങ്കിൽ ജീവൻ ഷുവറാണ്. ഇന്ന് പിന്നെ നിന്റെ ഉള്ളത്തിലൊരു തുടിപ്പുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് എന്തെങ്കിലും ഒന്ന് അനങ്ങുന്നുണ്ടെങ്കിൽ, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഷുവറാണ്. ആമേൻ. ഈ ഡോക്ടർമാർ കണ്ണൊക്കെ പൊക്കി ജീവനുണ്ടോയെന്ന് പറയുന്നത്. പക്ഷെ നമ്മളെങ്ങനെയാണ് പറയുന്നത്? നമ്മൾ ഡോക്ടർമാരൊന്നുമില്ല, നമ്മൾ വെറും സാധാ മനുഷ്യരാണ്. നമ്മളെങ്ങനെയാണ് ജീവനുണ്ടോയെന്ന് അറിയുന്നത്? അനക്കം ഉണ്ടോയെന്ന് നോക്കും അല്ലേ? അനക്കമില്ലടാ ചത്തെന്ന് പറയും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ അനക്കം ഉണ്ടെങ്കിൽ ജീവനുണ്ട്. അപ്പം ഇത്രയൊക്കെ കേട്ടിട്ട് ഉള്ളിൽ എന്തെങ്കിലും അനങ്ങുന്നത് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും അനങ്ങുന്നുണ്ടോ? ജീവനുണ്ട്, 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 ജീവനുണ്ട്. ഇനി ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. അപ്പോൾ ഇങ്ങനെ ശക്തി ക്ഷയിച്ച് ഭയങ്കര ക്ഷീണിച്ച് ഇതിങ്ങനെ ഒഴുകി 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 വരുമ്പോഴാണ് പെട്ടെന്ന് ജീവൻ അങ്ങോട്ട് വരുന്നത്. ജീവൻ അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഈ മീൻ എന്ത് ചെയ്യും? നീന്താൻ തുടങ്ങും. എങ്ങോട്ടാണ് നീന്തുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒഴുക്ക് എങ്ങോട്ട് വരുന്നു അതിന് എതിരെ നീന്താൻ തുടങ്ങും. ഇന്ന് പകൽക്കാലം ചലിക്കുന്ന സകല പ്രാണികളിലേക്ക് ജീവൻ പകർന്നു വരുമ്പോൾ നിനക്കെതിരെ വരുന്ന ഒഴുക്കിനെതിരെ നീ നീന്തും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം നിന്നെ മുക്കിക്കളയുവാൻ, നിന്നെ ഒഴുക്കിക്കളയാൻ വരുന്ന ഒഴുക്കിനെതിരെ നീന്തണം. യേശുവിന്റെ നാമത്തിൽ, യെസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒഴുക്കിനെതിരെ ദൈവാത്മാവ് വ്യക്തമായി കാണിക്കുന്നു. നീ ഒഴുക്കിനെതിരെ നീന്തും. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് 12:25 വരെ ഒഴുക്കിന് അനുകൂലമായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് കണ്ണടച്ചിട്ട് ഒഴുക്കിനെതിരെ നീന്തുന്നതൊന്ന് വിഭാവനം ചെയ്യാൻ ഒരു വെളിപ്പാട് ആർക്ക് കിട്ടിയിട്ടുണ്ട്? പ്രൈസ് ഗോഡ്. ഒന്ന് കണ്ണടച്ച് നോക്കിയാൽ നീ നീന്തുന്നത് ഒഴുക്കിനെതിരെയാണോ? എതിരെയാണെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞേ. യെസ്, നീ നീന്താൻ പോകുന്നത് എതിരെയാണ്. ആമേൻ. സമയം അങ്ങ് പോകുന്നു, അല്ലെങ്കിൽ ഒത്തിരി പറയാനുണ്ടായിരുന്നു. ഒരു കാര്യം കൂടെ പറയാം, അവസാനിപ്പിക്കാം. മൂന്നാമത്തെ വെളിപ്പാട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, 7-ാം വാക്യം. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെ ഉണ്ട്. മൂന്നാമത്തെ വെളിപ്പാട്, സൈന്യങ്ങളുടെ യഹോവ
നമ്മോട് കൂടെയുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ വെളിപ്പാട്, ഞാനിങ്ങനെ കലങ്ങുന്ന പർവ്വതം വീണ് കലങ്ങുന്ന സമുദ്രത്തിൽ കിടക്കുമ്പം ആകെ ഇപ്പോൾ ചത്തുപോകുമോ മുങ്ങിപ്പോകുമോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ കലക്കം മാറ്റുന്നൊരു നദി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. രണ്ടാമത്തെ വെളിപ്പാട്, ഈ കലങ്ങുന്ന സമുദ്രത്തിൻ്റെ നടുവിലൊരു ദൈവം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ആദ്യം കടലിലോട്ട് നോക്കിയിരുന്ന മറ്റത് കാണത്തില്ല. മറ്റേത് നോക്കിയാൽ ആദ്യം നദി കാണും. അത് കഴിയുമ്പോൾ ആ നദിയിൽ സന്തോഷിപ്പിക്കുന്ന ദൈവം കടലിൻ്റെ മധ്യേ നിൽക്കുന്നു. നിന്നെ കലക്കുന്ന വിഷയത്തിൻ്റെ നടുക്ക് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം കാണാൻ, വെളിപ്പാടിൽ കാണാൻ സാധിക്കുന്നവർക്കായി ഞാൻ ഇന്ന് രാത്രി ഇവർക്കാണ് സ്തോത്രം ചെയ്യുക. ഇനി പ്രൈസ് ഗോഡ്, മൂന്നാമത്തെ വെളിപ്പാട് എന്തറിയാമോ? ഹല്ലേലൂയ. ഒരു നദിയുണ്ട്, അതിൻ്റെ മധ്യ തോടുകൾ ഉണ്ട്. അത് അധികാലത്തെ ദൈവം അതിനെ സഹായിക്കും. ആ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? മധ്യ വരുന്നത് ഞാൻ കണ്ടു. രണ്ടാമത്തെ വെളിപ്പാട്. മൂന്നാമത്തെ വെളിപ്പാട് എന്തറിയാമോ? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മോട് കൂടെ എൻ്റെ അടുത്ത് നിൽക്കുന്നെന്ന്. അവൻ അവിടെ കണ്ട ദൈവം, ഇവിടെ കണ്ട ദൈവം ഇപ്പോൾ നിന്റെ അടുത്ത് നിൽക്കുന്നു, നിന്റെ സമീപത്ത് നിൽക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിന്നോട് കൂടെയുണ്ട്, നമ്മോട് കൂടെയുണ്ട്. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകും. എന്താണെന്നറിയാമോ? പർവ്വതങ്ങൾ കുലുങ്ങി, സമുദ്രമധ്യേ വീണു, സമുദ്രം കുലുങ്ങി. തുടക്കം എവിടായിരുന്നു? ഭൂമിയുടെ അടിസ്ഥാനം മാറിപ്പോയി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി ഈ ഭൂമിയുടെ അടിസ്ഥാനം മാറിയാൽ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇച്ചിരി വിവരമുള്ള ആരെങ്കിലും വരാം പിള്ളേരിൽ? ആരാ? എഴുതോ നീ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വിവരം ഞാൻ പറഞ്ഞത് ദൈവ സ്തോത്രം. ഞാൻ ദൈവമല്ല, അതുകൊണ്ടാണ്. ഈ ഈ സ്റ്റൂളൊന്ന് കുലുക്കാമോ? അധികം നിൽക്ക് ക്ഷമിക്ക്, ഇവിടെ ഇരിക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ സ്റ്റൂള് കുലുക്കാൻ പോവുക കേട്ടോ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. സുരേഷ് വന്നാൽ മതി. വാ. സുരേഷ് ആ മോണിറ്ററെ ഒന്ന് പിടിക്കണം. ഞാൻ സുരേഷിനെ വിളിച്ച കാര്യം എന്ന് വെച്ചാൽ എത്ര കുലുക്കിയാലും മോണിറ്റർ താഴെ പോകത്തില്ല. ഹല്ലേലൂയ. ഇനി എൽദോ ഒന്ന് സ്റ്റൂള് കുലുക്കാൻ നോക്ക്. മോണിറ്റർ അനങ്ങുന്നുണ്ടോ? ഇനി സ്റ്റൂളങ്ങ് എടുത്ത് മാറ്റി. മോണിറ്റർ അനങ്ങുന്നുണ്ടോ? മോണിറ്റർ താഴെ പോയോ? ഇല്ലല്ലോ. ഇനി വെച്ചേ. ഹല്ലേലൂയ. ഭൂമി കുലുങ്ങിയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ കൂടെയുള്ളത് കൊണ്ട് അവന്റെ ഉള്ളം കയ്യിൽ, ബലമുള്ള കയ്യിൽ നിന്നെ വഹിക്കുമ്പോ ഇനി പറ. സങ്കീർത്തനക്കാരൻ ഈ സങ്കീർത്തനം എഴുതി എങ്ങനെയാണെന്നറിയാമോ? ഹല്ലേലൂയ. 10-ാം വാക്യം. മിണ്ടാതിരുന്ന ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുവീൻ. എവിടെ മിണ്ടാതിരുന്ന്? അവൻ്റെ ബലമുള്ള കയ്യിൽ ചുമ്മാ മിണ്ടാതെ അങ്ങ് ഇരുന്നേച്ചാൽ മതി. കുലുക്കൽ അവിടെ നടക്കും, കലക്കൽ ഇവിടെ നടക്കും, മാറൽ അവിടെ നടക്കും. എല്ലാം മാറിപ്പോകും, എല്ലാം കുലുങ്ങിപ്പോകും, എല്ലാം കലങ്ങിപ്പോകും. എന്തെല്ലാം സംഭവിച്ചാലും കർത്താവിൻ്റെ കയ്യിൽ, സുരക്ഷിതൻ്റെ സർവശക്തൻ്റെ കയ്യിൽ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിയുവാൻ. ഈ സർവശക്തൻ്റെ കയ്യിൽ ഇരുന്നുകൊണ്ട് ഒരു കാര്യം കാണുന്നറിയാമോ? ആ യഹോവ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നത് കാണും. എങ്ങനെയാ വായിച്ചേ? അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഭൂമിയുടെ ഈ അറ്റം വരെ യുദ്ധം നിർത്തൽ ചെയ്യും. എങ്ങനെയാണെന്നറിയാമോ? വായിക്ക. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ട് നിന്നെ വിഷമിപ്പിക്കുന്ന വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ ആമേൻ. ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഇസ്രായേൽ രാജാക്കന്മാർ ജയം നേടിക്കഴിഞ്ഞാൽ അവരെന്തെന്നറിയാമോ? ശത്രുവിൻ്റെ വില്ലങ്ങ് ഒടിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കുന്തം അങ്ങ് മുറിക്കും, രഥങ്ങൾ തീയിലിട്ടങ്ങ് ചുടും, എന്നിട്ട് കുതിരകളുടെ കുതിഞ്ഞരമ്പ് വെട്ടിക്കളയും. ഞാൻ ചോദിച്ചാ, കുതിരയെങ്കിലും കൊണ്ടുപോകാൻ പാടില്ലേ? വേണ്ടെന്നേ. ഈ രഥവും ഈ വില്ലും ഈ കുന്തവും
ഈ കുതിരയും ഇവനെ തോപ്പിച്ചില്ലേ? ഈ കുതിരയുണ്ടായിട്ടും ഈ രഥമുണ്ടായിട്ടും ഈ വില്ലുണ്ടായിട്ടും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടും ഇവനെ തോപ്പിച്ചില്ലേ? അവനെ തോപ്പിച്ച ദൈവം എൻ്റെ കൂടെ മതി. എനിക്ക് രഥങ്ങൾ വേണ്ട, കുന്തങ്ങൾ വേണ്ട, വില്ല് വേണ്ട, കുതിരകൾ വേണ്ട. ജയത്തിന് കുതിര വ്യർത്ഥമത്രേ. അപ്പൊ സങ്കീർത്തനക്കാരന് വെളിപ്പാട് കിട്ടി, ജയത്തിന് കുതിര വ്യർത്ഥമത്രേ. അവൻ്റെ കുന്തവും പോട്ടെ, അവൻ്റെ വില്ലും പോട്ടെ, അവൻ്റെ രഥവും പോട്ടെ, എല്ലാം തീയിലിട്ട് അങ്ങോട്ട് ചുട്ടും. അങ്ങനെ യുദ്ധങ്ങളെ നിർത്തലാക്കി. ഇപ്പം കലക്കവുമില്ല, കുലുക്കവുമില്ല, ഒന്നുമില്ല, ശാന്തം, എല്ലാം ശാന്തം. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുവീ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മോട് കൂടെയുണ്ട്. അവൻ യാക്കോബിന് ഒരു ദുർഗമാകുന്നു. 11-ാം വാക്യം. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യത്തില്ല, ഇനി കുലുങ്ങും, കലങ്ങും. ഞാൻ കുലുങ്ങത്തില്ലെങ്കിൽ ഒരു സ്തോത്രം പറ. ഞാൻ കലങ്ങത്തില്ലെങ്കിൽ ഒരു സ്തോത്രം കൂടെ പറ. എന്നിട്ട് ഒരു പാട്ടിൻ്റെ ഒരു വരി ഒന്ന് പാടി ഒന്ന് ആരാധിക്കാൻ പറ്റുമെങ്കിൽ ആരാധിക്കുക. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. അലകൾ പടകിൽ ആടിച്ചെന്നാൽ അല്ലലോരൽപ്പവുമില്ലെനിക്ക്. അലകൾ പടകിൽ ആടിച്ചെന്നാൽ അല്ലലോരൽപ്പവുമില്ലെനിക്ക്. ആഴിയും കുഴിയും നിർമ്മിച്ച നാഥൻ അഭയമായൻ അരികിലുണ്ട്. ആഴിയും ഊഴിയും നിർമ്മിച്ച ദൈവം നിന്റെ അരികിലുണ്ട്. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. നാനാ പരീക്ഷകൾ വേദനകൾ നന്നായിരിക്കുന്നുണ്ടായിടും. നാനാ പരീക്ഷകൾ വേദനകൾ പരീക്ഷകൾ അനുഭവങ്ങൾ ഉണ്ടായാലും ഉള്ളത്തിൽ ധ്യാനിച്ചു എന്റെ ക്ഷീണം മാറന്നു പോകുന്നു ഞാൻ. നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എന്റെ ക്ഷീണം മാറന്നു പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. എന്നീരൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും. കണ്ണുനീരൊക്കെയും വന്നു തീരും. മിന്നീലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും. കണ്ണുനീരൊക്കെയും വന്നു തീരും. എണ്ണിയാൽ തീരാത്തവൻ കൃപ
നടത്തുവാൻ കരുതി നടത്തും അന്ത്യം വരെ. കരളലിഞ്ഞുയിൽ കൈകൾ പിടിച്ചു കരുതി നടത്തും അന്ത്യം വരെ. കരളലിഞ്ഞുയിൽ കൈകൾ പിടിച്ചു കരുതി നടത്തും അന്ത്യം വരെ. കരളലിഞ്ഞുയിൽ കൈകൾ പിടിച്ചു കരുതി നടത്തും അന്ത്യം വരെ. ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടെങ്കിൽ ഒരു സ്വത്രം പറഞ്ഞു. ഇന്ന് പകൽക്കാലം എൻ്റെ കെട്ടുകളും എൻ്റെ ബന്ധനങ്ങളും എൻ്റെ തടസ്സങ്ങളും മാറ്റിയ ഒരു ദൈവകൃപ എനിക്ക് വേണ്ടി പകർന്നെന്ന് വിശ്വാസത്തോടെ സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം കർത്താവേ, വചനത്തിന്റെ ശക്തിയാൽ, ആരാധനയുടെ ശക്തിയാൽ ചില കെട്ടുകൾ അഴിയട്ടെ, ചില തടസ്സങ്ങൾ മാറട്ടെ, ജനം സ്വതന്ത്രമാകട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകൽക്കാലം ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ആരാധന. ആമേൻ. ദൈവം കൽപ്പിച്ചതോർത്ത് സ്തോത്രം ചെയ്യാം. ഭൂമി കുലുങ്ങി സമുദ്രമധ്യ വീണാലും, ഭൂമി മാറിപ്പോയാലും, സമുദ്രം കലങ്ങി കുലുങ്ങിയാലും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഒരു നദിയുണ്ട്. വെളിപ്പാട് 1 ഒരു നദിയുണ്ട്. വെളിപ്പാട് 2 ഈ കലങ്ങുന്ന പർവ്വതവും വെറുതെയല്ല, കലങ്ങുന്ന സമുദ്രം വെറുതെയല്ല, ദൈവം അവിടെ അതിൻ്റെ മധ്യത്തിലുണ്ട്. നിന്റെ കലക്കുന്ന വിഷയത്തിൻ്റെ മധ്യം നിന്റെ ദൈവം ഉണ്ട്. നിന്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട്. അവൻ്റെ സാന്നിധ്യം ഉണ്ട്. അവൻ്റെ സാന്നിധ്യം ഉണ്ട്. 3, ആ ദൈവം നിന്റെ കൂടെയുണ്ട്. അങ്ങനെ ദൈവം കൂടെയുണ്ടെങ്കിൽ അവൻ ഭൂമിയുടെ അറ്റത്തോളം യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യും. വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ട് അറ്റത്തോളവും 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 അറ്റത്തോളവും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഈ 3 വെളിപ്പാടാണ് സങ്കീർത്തനക്കാരനെ മിണ്ടാതിരുന്ന് ദൈവമെന്നറിയാൻ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും കലങ്ങല്ലേ, കുലുങ്ങല്ലേ, മിണ്ടാതിരുന്ന് അവൻ്റെ ബലമുള്ള കരങ്ങൾ കീഴ്ത്താണിരുന്ന് ദൈവമെന്നറിയുവാൻ. ഞാൻ ആരാധിക്കുന്ന ദൈവം, ഞാൻ വിശ്വസിക്കുന്ന ദൈവം, ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം ആരെന്നറിയുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, തലകള വണക്കാം ഒരു നിമിഷം. പ്രൈസ് ഗോഡ്. കർത്താവേ, പല വിഷയങ്ങൾ എനിക്കുണ്ട്. ഒത്തിരി വിഷയത്തിൽ ഞാൻ ഭാരപ്പെടുന്നു. പല പ്രതികൂലങ്ങളുടെ മധ്യേ ഞാൻ ഭാരപ്പെടുകയാണ്. എന്തു ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നിൽക്കുന്ന ഭൂമി അടിസ്ഥാനം വരെ മാറിപ്പോകുന്നു. പർവ്വതങ്ങൾ കുലുങ്ങുന്നു. സമുദ്രമധ്യേ വീണിട്ട് സമുദ്രം കുലുങ്ങുന്നു, എരച്ച് കലങ്ങുന്നു, വീണ്ടും പർവ്വതം കുലുങ്ങുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ സങ്കീർത്തനക്കാരന് കിട്ടിയ വെളിപ്പാട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഒരു നദിയുടെ വെളിപ്പാട്. ദൈവത്തിന് സ്തോത്രം. ഈ കലക്കത്തിൻ്റെ മധ്യയും ദൈവം കൂടെ ഉണ്ടെന്നുള്ള, പ്രൈസ് ഗോഡ്, മധ്യത്തിൽ ദൈവം ഉണ്ടെന്നുള്ള വെളിപ്പാട്. ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വെളിപ്പാട്. ആ വെളിപ്പാടോടുകൂടി മുന്നോട്ട് പോയി ദൈവത്തിൻ്റെ കരം ചലിക്കുന്നത് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് അങ്ങനത്തെ ഒരു ആഗ്രഹത്തോടെ സമർപ്പിക്കുന്നവർ കരം ഉയർത്തിയായിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എനിക്ക് വേണ്ടി ദൈവകരം ചലിക്കണം. എൻ്റെ വിഷയത്തിന്മേൽ ദൈവകരം ചലിക്കണം. ഞാൻ വിശ്വാസത്തോടെ ഇന്ന് ഈ ആലയത്തിൽ ആരാധനയ്ക്ക് വന്നു. കഴിഞ്ഞ നാളുകൾ വന്നതുപോലെ അല്ല കർത്താവേ. ഇന്ന് പകല് എനിക്ക് ചില വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിന്മേൽ എൻ്റെ കർത്താവിൻ്റെ കരം ചലിക്കണം. എനിക്ക് വേണ്ടി ചലിക്കണം. ഞാൻ നാളുകളായി ദൈവത്തെ സേവിക്കുന്നു, നാളുകളായി കർത്താവിനെ വിശ്വസിക്കുന്നു. ആ കർത്താവിനെ ആരാധിച്ച് ഇന്ന് എനിക്കൊരു ജയത്തോടെ മടങ്ങിപ്പോകണം. അങ്ങനെ തീരുമാനിക്കുന്നവർ കരം ഉയർത്തിയായിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞാൻ പറയുന്ന പ്രാർത്ഥന നിങ്ങൾ ഉറക്കെ ഏറ്റു പറഞ്ഞിട്ട്, കർത്താവായിരിക്കുന്ന യേശുവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ചുറ്റും കാര്യങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കുലുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, കലങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, യേശുവേ, ഒരു നദിയുടെ കാഴ്ചപ്പാട്, കലക്കത്തിൻ്റെ മധ്യേ നീ ഉണ്ടെന്നുള്ള കാഴ്ചപ്പാട്,
സൈന്യങ്ങളുടെ ദൈവമായി എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള കാഴ്ചപ്പാട് ഇന്നെനിക്ക് തരണമേ. മിണ്ടാതിരുന്ന് സന്തോഷത്തോടെ, സമാധാനത്തോടെ, ഐശ്വര്യത്തോടെ, പ്രത്യാശയോടെ, വിശ്വാസത്തോടെ മടങ്ങിപ്പോകുവാൻ എന്നെ സഹായിക്കണമേ. അടിയനെ സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ഗോഡ്.